വളരെ പ്രാർത്ഥനയോടെ നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാ കണ്ണുകളും കർത്താവിൻ്റെ സന്നിധിയിൽ അടച്ച് ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച്, നിങ്ങളെ അറിയുന്ന നല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നത് കൊണ്ടല്ല, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും നന്മ ചെയ്തെങ്കിൽ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ കർത്തൃമേശ ശുശ്രൂഷയിലേക്ക് അടുത്തു വരാൻ പരിശുദ്ധനായ കർത്താവ് നമുക്ക് കൃപ തന്നത് നന്ദിയോടെ ഓർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള എല്ലാവരും അധരങ്ങൾ തുറന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഇതിനകത്ത് ഒരു കുഞ്ഞു പോലും വായ് പൂട്ടി മൗനമായിരിക്കരുത്. സ്തോത്രം. എല്ലാ അധരങ്ങളും, കൊച്ചുമക്കൾ തൊട്ട് മുതിർന്നവർ വരെ എല്ലാവരും അധരങ്ങൾ തുറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മെ അറിയുന്ന ഒരു കർത്താവ് ഇതിൻ്റെ മധ്യത്തിലുണ്ട്. സ്തോത്രവും സ്തുതിയൊക്കെ ഉയരട്ടെ. ഇനിയും വായ് പൂട്ടി ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ അവർ കൂടി അധരം തുറന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന, നിന്റെ വേദന അറിയുന്ന, നിന്റെ സങ്കടങ്ങൾ നന്നായി അറിയുന്ന, മറ്റാരെക്കാളും നിന്നെ അറിഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കാനും വിടുവിപ്പാനും രക്ഷിപ്പാനും പറ്റുന്ന യേശു കർത്താവ് ഇതിൻ്റെ മധ്യത്തിലുണ്ട്. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് വചനം അയച്ച് ഹല്ലേലൂയ വിടുവിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, വചനത്തിൽ കൂടെ ഇടപെടട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആത്മാവിൽ നമ്മെ പണിയപ്പെടട്ടെ. നിത്യതയ്ക്കായി ഒരുക്കട്ടെ. എല്ലാവരും അധരം തുറന്ന് പ്രാർത്ഥിച്ച് ഇതിനകത്തൊരു നല്ല ആത്മീക അന്തരീക്ഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുവാൻ എല്ലാ അധരങ്ങളും എല്ലാ നാവും ചലിപ്പിച്ച് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു കുഞ്ഞു പോലും മൗനമായിരിക്കാതെ നന്ദി പറയാൻ പറ്റുമോ? ഇന്നലകളിൽ നടത്തിയ ആ കർത്താവ് എത്ര നല്ലവൻ എന്ന് രുചിച്ചറിഞ്ഞ് ഹല്ലേലൂയ ആ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് എത്രയോ സന്തോഷമാണ്. കുറച്ചുകൂടെ കരുത്തോടെ, ശക്തിയോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ, എല്ലാ ഇരുട്ടിന്റെ ശക്തികളും ഇന്ന് പകൽക്കാലം തകർന്നു മാറട്ടെ. ദൈവവചനം ജനത്തിന്റെ ഹൃദയത്തിൽ വീണേ പറ്റത്തുള്ളൂ. ദൈവവചനം വീണ് അത് മുളച്ചേ പറ്റത്തുള്ളൂ, അത് ഫലം കായ്ച്ചേ പറ്റത്തുള്ളൂ. കടന്നു വന്ന ജനത്തിന്റെ ഹൃദയത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണമെന്ന് എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ച്, അങ്ങനെ ഒരു ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും വലത് കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, വചനം നൂറുമേനി വിളയത്തക്കവണ്ണം ജനഹൃദയത്തിൽ വീഴണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് വചനത്തിന്റെ ശക്തി വെളിപ്പെടണം. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾ തകരണം. ആമേൻ. യേശു കർത്താവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതെ വണ്ണം ആമേൻ ഹൃദയ ദൃഷ്ടിയെ കുരുടാക്കുന്ന ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ പ്രഭു, ദുഷ്ടപിശാചിന്റെ പ്രവർത്തികൾ ഇന്ന് പകൽ അഴിയേണ്ടതിന് കരമുയർത്തി ആത്മാവിൽ അധികാരം ലഭിച്ച ദൈവസഭ ഒരുമിച്ചും പ്രാർത്ഥിച്ചാട്ടെ. വചനത്തിന്റെ ശക്തി വെളിപ്പെടേണ്ടത് നീ ദൈവ പൈതലെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നീ ദൈവത്തിൻ്റെതെന്ന നിശ്ചയം നിനക്കുണ്ടെങ്കിൽ ശബ്ദമുയർത്തുക. സഹോദരന്മാർ ശബ്ദമുയർത്തി, സഹോദരന്മാർ ശബ്ദമുയർത്തി യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ, ഹൃദയങ്ങളെല്ലാം തുറക്കട്ടെ, ശൂന്യതകൾ മാറട്ടെ. പിശാചിട്ട ശൂന്യതകൾ നസ്രയനാകുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതിന്റെ അകത്ത് നീങ്ങട്ടെ. ദൈവസഭയുടെ പ്രാർത്ഥന ആവശ്യം. ഏതൊക്കെയോ പിശാചിന്റെ പിടിയിൽ കിടന്ന ചിലത് ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരുമ്പോൾ വല്ലാതെ ആമേൻ ഹല്ലേലൂയ എതിർത്ത് നിൽക്കാൻ ശ്രമിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ പരാജയപ്പെടാൻ ആമേൻ പുറത്താരും വരത്തില്ല. സഭയിൽ രക്തത്താൽ തളിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന ഇന്ന് പകൽക്കാലം എതിരായി നിൽക്കുന്ന ശത്രുവിനെ തകർത്തേ പറ്റത്തുള്ളൂ. കൃപയുള്ള ദൈവത്തിന്റെ ജനം ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുക. വചനം ജനത്തെ സൗഖ്യമാകട്ടെ, വചനം ജനത്തെ വിടുവിക്കട്ടെ. ഇന്ന് ആദ്യമായി കാൽ ചവിട്ടിയവർ ഇന്നൊരു അത്ഭുതം കണ്ട് പുറത്തിറങ്ങട്ടെ. അവർ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയട്ടെ. ഈ പകലും ദൈവ സഭയ്ക്കും ദൈവ ജനത്തിനും വിരോധമായി വ്യാപരിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ചകരട്ടെ. കൃപയുള്ളവന്റെ അതരത്തിൽ ആത്മാവിൽ അന്യഭാഷകളിലെ പ്രാർത്ഥനകൾ ആമേൻ ഉയരാൻ തുടങ്ങുമ്പോൾ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും, ഇരുളോ അതിനെ പിടിച്ചടക്കത്തില്ലെന്ന് അരുളി ചെയ്ത ആമേൻ ദൈവത്തിന്റെ വചനത്താൽ ആമേൻ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ സ്വർഗത്തിൽ അഴിയപ്പെടും എന്ന വചനത്താൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തിൻ പ്രകാരം ദൈവം തന്ന അധികാരത്തിൽ, അഭിഷേകത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിരോധമായി നിൽക്കുന്ന സകല ശത്രുവിന്റെ ശക്തികളെ ഞാനിപ്പോൾ ശാസിക്കുന്നു. ദൈവസഭ ഒരുമിച്ച് ചേർന്ന് അതിനെ നീക്കി പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വിത്ത് ഹല്ലേലൂയ മുളയ്ക്കട്ടെ. ജനത്തിന്റെ ഹൃദയത്തിൽ അത് മഴയായി പെയ്തിറങ്ങട്ടെ. എല്ലാ ദുരാത്മ ശക്തികൾ ആമേൻ ദൈവജനത്തെ മുടിക്കുന്ന, മോഷ്ടിക്കാൻ, അറുക്കാൻ, മുടിക്കാൻ വന്ന എല്ലാ അന്ധകാര ശക്തിയുടെ പോരാട്ടത്തെ അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ ശാസിക്കുന്നു. എല്ലാ ശൂന്യതയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിപ്പോൾ വ്യാപരിക്കട്ടെ. എല്ലാ പിശാച് കെട്ടിയ കെട്ടുകൾ നസ്രയനാകുന്ന യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ.
ഉത്തരവാദിത്വം മറന്നിരിക്കരുത്. പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കണം. ഹൃദയങ്ങളെ ഒന്ന് ശോധന ചെയ്തേ. എൻ്റെ ദൈവം എന്നെ കൊണ്ടുവന്നു. ആയുസ്സും ആരോഗ്യം എൻ്റെ ദൈവം തന്നത് കൊണ്ടാണ് ഇതിനകത്ത് ഞാൻ ഇരിക്കുന്നത്. ഇവിടെ വരരുതെന്ന് പിശാച് ആഗ്രഹിച്ചു, പക്ഷെ കൊണ്ടുവന്നു. തകർക്കുമെന്ന് പിശാച് വെല്ലുവിളിച്ചു, പക്ഷെ എത്രയോ വിടുതലുകൾ കർത്താവ് തന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് നന്ദിയോടെ അത് ഓർക്കാൻ പറ്റും എനിക്കറിയത്തില്ല. ആമേൻ. നമ്മുടെ ദൗത്യം മറന്നിരിക്കരുത്. ദൗത്യം മറന്നിരിക്കരുത്. നന്ദിയില്ലാത്തവരായി ദൈവസഭയിൽ ഇരിക്കരുത്. ഒരുപാട് പ്രതികൂലങ്ങൾ നിന്റെ മുമ്പിൽ കാണും, പക്ഷെ ഇന്ന് വരെ നടത്തിയൊരു നല്ല കർത്താവുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറയാൻ പറ്റിയാൽ അത് അനുഗ്രഹമാണ്. ഏതൊക്കെയോ നിരാശ പിടിച്ച ഹൃദയങ്ങൾ ഇതിനകത്തുണ്ടോ? ഏതൊക്കെയോ വേദനിക്കുന്ന മനസ്സ് ഇതിനകത്തുണ്ടോ? അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പെയ്തിറങ്ങുന്ന മഞ്ഞുപോലെ ദൈവ സാന്നിധ്യം അവരിലേക്ക് ഇന്ന് പകൽ ഒഴുകട്ടെ. അവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഏതെങ്കിലും രോഗികൾ ഇതിനകത്തുണ്ടോ? ഈ പകൽ അവർ സൗഖ്യമാകട്ടെ. ഈ ശ്രേഷ്ഠകരമായ ശുശ്രൂഷയ്ക്കകത്ത് ദൂതന്മാർ ഇന്ന് പകൽ ഇറങ്ങും. ആമേൻ. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചലിക്കും. ആമേൻ. ദൈവത്തിന്റെ കൃപ വലിയ അളവിൽ ഹല്ലേലൂയ ഇന്ന് പകൽ ദൈവം ഇതിനകത്ത് പകരും. കാരണം നമ്മുടെ ഹല്ലേലൂയ വേദനകൾ അറിയുന്ന കർത്താവ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഹൃദയം തുറന്ന് ആമേൻ ഇന്ന് പകൽക്കാലം യേശുവിനോട് പ്രാർത്ഥിച്ച് കർത്താവിന് ഒരു നിമിഷം നന്ദി പറഞ്ഞ് ഇന്നലകളിൽ നടത്തിയ നല്ല കർത്താവ്. ഹല്ലേലൂയ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. നീ എന്നെ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയോട് പറഞ്ഞേ. നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം
കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം എത്ര പേർ നന്ദിയോടെ ആർക്കുവർ കരങ്ങളെല്ലാം ഉയർത്തി ദൈവസന്നിധിയിൽ പറഞ്ഞേ, നീ എന്നെ സ്നേഹിപ്പാനപ്പാ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമേ. നന്ദിയുള്ള ദൈവജനം ഒരുമിച്ച് ചേർന്ന് നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. ഒന്നുമില്ലായ്മയിൽ എത്ര പേരത് പറയും? ഇതുവരെ കൊണ്ടുവന്നത് കർത്താവെന്ന് ഉറപ്പുള്ളവർ, ഈ പകൽ അനുഭവിക്കുന്ന നന്മയെല്ലാം കർത്താവ് തന്നെ ദാനമെന്ന് ഉറപ്പുള്ളവർ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദിയോടെ പാടി ഒരുമിച്ച് പറഞ്ഞേ, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ യേശുവേ, നിന്റെ സ്നേഹമോർത്ത് ഓർക്കുമ്പോൾ നന്ദിയ പാടി നീ എന്നെ സ്നേഹിപ്പാൻ യേശുവേ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, ഇത്രയേറെ ആഴമായി നമ്മെ സ്നേഹിച്ച കർത്താവ്, നീ എന്നെ ഓർക്കുവാൻ ഒന്നുമില്ലാത്ത എന്നെ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഒന്നുമില്ലാതിരുന്ന ഇടത്ത് കർത്താവേ, ഒന്നുമില്ലായ്മയിൽ തകർന്നു കിടന്ന പാപത്തിന്റെ കുഴിയിൽ കിടന്ന ആരും കർത്താവെ തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന ഞങ്ങളെ തേടി വന്ന് നിന്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തലമുറ തലമുറയായി കരുതുന്ന ദൈവം, നിന്റെ സ്നേഹത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് ആയിരം നാവ് കൊണ്ട് വർണ്ണിച്ചാൽ മതി വരച്ചില്ല. നിന്നതല്ല കർത്താവേ, നീ ഞങ്ങളെ നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന സകല നന്മയും നിന്റെ ദാനമാണ്. നീ ഞങ്ങൾക്ക് തന്നത് നിന്റെ ജീവനാണ്. നീ ഞങ്ങളെ സ്നേഹിച്ചപ്പോൾ നീ ഞങ്ങൾക്ക് തന്നത് നിന്റെ അവസാനത്തുള്ള രക്തം വരെയാണ്. ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി അങ്ങയുടെ ജീവനെ മറവിലയായി തന്നതോർത്താൽ ഈ പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നപ്പ. ഒന്നുകൂടെ പറയുന്നു, നേടിയതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, അങ്ങ് തന്ന ദാനങ്ങൾ മാത്രമേ ഞങ്ങളുടെ ഒപ്പമുള്ളൂ കർത്താവേ. ഇടറുന്ന ഹൃദയത്തോടെ തകർന്ന ഹൃദയത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ആശ്വസിപ്പിക്കാൻ അങ്ങ് ശക്തനാകിയാൽ ഇന്ന് പകൽ ആ ജനത്തെ തിരുകരങ്ങളിലേക്ക് ഉയർത്തുകയാണ്. തലമുറ തലമുറയായി അനുഗ്രഹിക്കാൻ പറ്റുന്ന ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അങ്ങ് തൊടാതെ ഒരു കുഞ്ഞു പോലും ഇവിടെ നിറങ്ങാൻ സർവശക്തൻ അനുവദിക്കരുതേ. ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ ഹല്ലേലൂയ സമാധാനം തന്ന് അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ, അങ്ങേ ആഴമായി സ്നേഹിപ്പാനുള്ള കൃപ തരണമേ. ദൈവവചനം സംസാരിപ്പാൻ അടിയന്റെ മേൽ ബലത്തെ തരണമേ. ഒരു വലിയ സന്തോഷത്തിന്റെ അനുഭവത്തോടെ മടങ്ങാൻ സ്വർഗം കൃപ ചെയ്തു തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൈക്കൊണ്ട വലിയ ദൈവകൃപയ്ക്ക് നന്ദി. മഹത്വമെല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരുമിച്ച് ആമേൻ പറഞ്ഞേ.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 33 വരെയാണ് ഇന്നത്തെ ചിന്തയ്ക്കായി വായിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയിലെ ചിന്തയിലും ആ വചനമാണ് ദൈവദാസൻ വായിച്ചത്. എന്നാൽ നമ്മൾ മറ്റൊരു ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ. വേദപുസ്തകമുള്ള എല്ലാവരും അത് തുറന്നേ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ചിന്തിച്ച് വേഗത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ശബ്ദമുയർത്തി വായിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കാം. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല എന്ന് പറഞ്ഞു. വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടി അതിനകത്ത് നിന്ന് ചിന്തിക്കാം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ തിരുമേശ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്കൊരു ഒരുക്കം വേണമല്ലോ. ആമേൻ. വളരെ പ്രാർത്ഥന. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആദ്യമായി വന്ന പ്രിയപ്പെട്ടവരോടും പറയുന്നു, ഈ ദിവസത്തെ ശുശ്രൂഷ ആ നിലകളിൽ നിങ്ങളും ഹല്ലേലൂയ ശ്രദ്ധിക്കുകയും ആമേൻ. ഹല്ലേലൂയ. വലിയ ആരാധന അനുഭവങ്ങളിലൊക്കെ വരുന്ന ആഴ്ചകളിൽ നമ്മൾ മുമ്പിലേക്ക് പോകും. ഇവിടെ നമ്മൾ വായിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് മറിയയോട് ദൂതൻ പറഞ്ഞ ഒരു ശക്തമായ ദൂതാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ആമേൻ യേശു എന്ന ഹല്ലേലൂയ ലോക രക്ഷകന് ആമേൻ ജന്മം കൊടുക്കാൻ പോകുന്നതുമായ വിവരത്തെയും ആ ജനിക്കുന്ന കുഞ്ഞ് ആരായിരിക്കും, ആരായിത്തീരും, ആ ജനിക്കുന്ന യേശു ആരായിത്തീരും എന്ന സത്വർത്തമാനം അവിടെ പറയുക. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരണമെന്ന് വളരെ ശ്രദ്ധിക്കണമേ. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരണമെന്നത് ദൈവത്തിന്റെ നിശ്ചയമാണ്. ആ വന്നതിന്റെ ഉദ്ദേശമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ രാവിലത്തെ സെക്ഷനിൽ വളരെ വ്യക്തതയോടെ നമ്മൾ കേട്ടത്. കഴിഞ്ഞ ദിവസം യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശമാണ്. 1 തെസ്സലോനിക്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ നിന്ന് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് പൗലോസ് സാക്ഷ്യപ്പെടുത്തിയ വചനമാണ് ഇന്നലെ പ്രഭാതത്തിൽ ചിന്തിച്ചത്. ഒത്തിരി വിശദീകരിച്ച് അത് പറഞ്ഞു. എങ്കിലും ഒരു വാക്ക് ഹല്ലേലൂയ ഞാൻ പറയട്ടെ. എന്നെ ശ്രദ്ധിക്കുന്നവർ ആമേൻ ഹല്ലേലൂയ വളരെ ഇന്നത്തെ വചന ശുശ്രൂഷയുടെ ഇമ്പോർട്ടന്റ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ യേശുവിനെ എന്തുകൊണ്ട് ആരാധിക്കുന്നു, യേശുവിനെ എന്തുകൊണ്ട് ദൈവമെന്ന് അംഗീകരിക്കുന്നു എന്നൊക്കെ ഉള്ള ആമേൻ ആഴമായ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് വരണം. അസാധാരണ ധൈര്യത്തോടെ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കണം. സ്തോത്രം. വ്യത്യസ്തമായി നമ്മളത് ചിന്തിക്കുക. സ്തോത്രം. അപ്പൊ ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. പൗലോസിന്റെ 2 തിരിച്ചറിവ് എന്ന് പറഞ്ഞിട്ട് ഞാനത് വിശദീകരിച്ചു. രണ്ടാമത്തെ താൻ പറയുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമനായ പാപിയായ എന്നോട് ദൈവം കരുണ കാണിച്ചു. മുഴു ലോകവും ഹല്ലേലൂയ പാപത്തിന്റെ അടിമത്വത്തിലാണെന്നും ആ പാപിയായ മനുഷ്യന് ഒരു രക്ഷ വേണമെന്നും കണ്ട ദൈവം സ്വർഗത്തെ ഹല്ലേലൂയ വെടിഞ്ഞ് സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു, ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ ആയിരുന്നത് സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ദൈവമായവൻ മനുഷ്യനായി ഭൂമിയിൽ വന്നിട്ട് ആമേൻ സ്തോത്രം. എന്തിനാണ് അവൻ വന്നത്? യേശു കർത്താവ് ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണ് വന്നത്. വളരെ ശ്രദ്ധിക്കണമേ. അവിടെ പൗലോസ് വ്യക്തമായി പറയുന്നു, മറ്റൊന്നും പൗലോസ് പറയുന്നില്ല. രോഗിയെ സൗഖ്യമാക്കാൻ എന്ന് പറയുന്നില്ല, ഭൂതത്തിൽ നിന്ന് വിടുതൽ തരാൻ എന്ന് പറയുന്നില്ല, വീട് വച്ചു തരാൻ എന്ന് പറയുന്നില്ല, മറ്റ് അനുഗ്രഹങ്ങൾക്കായി എന്ന് പറയുന്നില്ല. അതിന്റെ അർത്ഥം യേശു വന്നതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം അഥവാ യേശുവിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് മുഴു പാപികളെയും വിടുവിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു? മറുവശത്ത് യേശു നമ്മളെ സൗഖ്യമാക്കുകയും യേശു നമ്മെ വിടുവിക്കുകയും യേശു നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നു. വിടുതൽ കാണാത്ത ഒരൊറ്റ കുഞ്ഞ് ഇതിനകത്തുനിന്ന് പകൽക്കാലമില്ല. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആമേൻ അത്ഭുതം ചെയ്യുന്ന യേശുവിനെയും അത്ഭുതങ്ങളെയും കുറിച്ച് മാത്രം ലോകം പ്രസംഗിക്കുകയും അല്ലെങ്കിൽ അതിനെ ഹല്ലേലൂയ ജനത്തിന്റെ ഹൃദയത്തിൽ അധികമായി ഇട്ടുകൊടുക്കുകയും ആമേൻ വന്നതിന്റെ ഉദ്ദേശത്തെ താഴ്ത്തുകയും ചെയ്യുമ്പോൾ ഈ പാപക്ഷമ ഹല്ലേലൂയ മനുഷ്യന് കിട്ടാതാകുന്നു. ഞാൻ പറയട്ടെ, യേശുവിൽ നിന്നൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വിലപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ ഹല്ലേലൂയ പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. ആ പാപത്തിൽ നിന്നുള്ള വിടുതൽ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതാണ് ഇന്ന് നമ്മൾ വായിച്ച മെസ്സേജുമായി ചേർന്ന് നമ്മൾ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നത്. പാപത്തിന്റെ ക്ഷമ നൽകാൻ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ പൗലോസ് പ്രസ്താവിക്കുക. ആമേൻ. അടുത്ത വാക്ക് താൻ പറയുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം തന്റെ ജീവിതത്തിൽ താൻ ഹല്ലേലൂയ ആയിരിക്കുന്ന സമയത്ത് മുഴു ലോകത്തിന്റെ പാപത്തെ
പാപത്തെ യേശു ചുമന്നു. മുഴു ലോകത്തിന്റെയും പാപത്തെ ചുമക്കുമ്പോൾ, സകല മനുഷ്യരുടെയും പാപത്തെ യേശു വഹിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ആ പാപികളിൽ ഒന്നാമൻ ഞാനാണ്. സ്തോത്രം. ഒന്നാമനായ പാപി. ആമേൻ. ബൈബിൾ പഠിച്ചാൽ അത്ര വലിയ തെറ്റൊന്നും അദ്ദേഹത്തിന് നമുക്ക് കാണാനില്ല. ഇനി രഹസ്യ ജീവിതം നമുക്കറിയത്തില്ല. പക്ഷെ ഇന്നത്തെ ചിന്ത വെച്ചിട്ട് നമ്മളൊക്കെ യോഗ്യതയുള്ളവരെന്ന് പറയുമ്പോൾ, നമ്മൾ ഹല്ലേലൂയ നമ്മെ തന്നെ ന്യായീകരിക്കുമ്പോൾ, നമ്മൾ ഹല്ലേലൂയ ഒരുപാട് കാര്യങ്ങൾ മുൻപന്തിയിൽ എന്ന് പറയുമ്പോൾ, ആ ശക്തനായ അപ്പോസ്തലൻ പറയുന്നു, പാപികളിൽ ഒന്നാമനായിരുന്ന എന്നെ കർത്താവ് വിടുവിച്ചു. ഇന്ന് നമുക്ക് എന്തുകൊണ്ട് ആമേൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഉയർത്തി എന്ന് പറയുമ്പോൾ, ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോഴെന്ന് പാടുമ്പോൾ, ആ വിധമായി പാടുമ്പോൾ നമ്മുടെ ഹൃദയം തിളയ്ക്കാത്തതിന്റെ കാര്യം ഈ തിരിച്ചറിവില്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഈ തിരിച്ചറിവില്ലാതെ നമ്മൾ ഹല്ലേലൂയ സഭയിൽ പോകുന്നെങ്കിൽ, പള്ളിയിൽ പോകുന്നെങ്കിൽ, എവിടെ പോയാലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല. സ്തോത്രം. നിങ്ങളുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ യേശു എന്തിന് ഭൂമിയിൽ വന്നു എന്നത് കൃത്യതയോടെ അറിഞ്ഞ്, അത് നിന്റെ പാപത്തെ നീക്കാൻ എന്നറിഞ്ഞ് നീ വിശ്വസിക്കണം. പാപത്തെ നീക്കാൻ മറ്റ് ഒരു വഴിയുമില്ല. മറ്റാരും വന്നിട്ടില്ല, മറ്റാരും മരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമെന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ, പാപികളിൽ ഒന്നാമനായിരുന്ന തനിക്ക് ദൈവത്തിന്റെ കരുണ കിട്ടിയെന്ന് താൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് അസാധാരണ വിശ്വാസമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ആ ഉറപ്പ് ലഭിച്ചവർ കൃത്യതയോടെ യേശുവിനെ പറ്റി പറയും. യേശുവിനെ പറ്റി അവർ എന്ത് പറയും? യേശു നിന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് ധൈര്യത്തോടെ പറയും. എന്തുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ ആമേൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഈ വിഷയത്തിലല്ല. പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസം ആമേൻ ഈ പാപക്ഷമയ്ക്കായി വന്ന യേശു കർത്താവിലല്ല. യേശു കർത്താവ് ആമേൻ വന്നത് നിന്റെ പാപത്തെ ക്ഷമിക്കാനാണ്, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിക്കാനാണ്. ആ വന്ന യേശു കർത്താവിൽ നീ വിശ്വസിച്ച്, നിന്റെ പാപത്തിനു വേണ്ടി യേശു മരിച്ചു, ആ യേശുവിനെ നീ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിൽ മാത്രം ആശ്രയിക്കുന്നെങ്കിൽ നിനക്ക് വിടുതല. പക്ഷെ ഞാനിത് പ്രസംഗിക്കുമ്പോൾ പാപക്ഷമയ്ക്കായും ആമേൻ വിടുതലിനായും മറ്റ് പലതിലും ആശ്രയിക്കുന്നവരുണ്ട്. നിങ്ങൾ പിണങ്ങരുത്. പാപക്ഷമയ്ക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതേ വാക്ക് പറയുന്നു. ഒരു മലമുകളിൽ ഒരു കുരിശ് വച്ചേച്ച് പാപക്ഷമയ്ക്കായി കയറുന്നവരുണ്ട്. കുരിശും എടുത്തുകൊണ്ട് മുട്ടുകാലിൽ ഇഴയുന്നവരുണ്ട്. ആമേൻ സ്തോത്രം. പല പുണ്യവാളന്മാരിൽ ആശ്രയിക്കുന്നവരുണ്ട്. പല വ്യക്തികളിൽ പാപക്ഷമയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നവരുണ്ട്. എന്നാ പറ്റിയെന്നറിയാമോ? ക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ബൈബിൾ വ്യക്തതയോടെ പറയുന്നു, പാപത്തെ ക്ഷമിക്കാൻ ആമേൻ നിന്റെ ജീവിതത്തിലെ നിത്യ നരകത്തിൽ നിന്ന് വിടുവിക്കാൻ തക്കവണ്ണം നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി വന്ന ഒരുവനേ ഉള്ളൂ. അത് യേശു കർത്താവാണ്. ആ യേശു കർത്താവ് നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി താണ ഭൂമിയിൽ വന്നെന്നും, വന്ന കർത്താവ് കാൽവരി ക്രൂശിൽ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചു എന്നും ആഴമായ വിശ്വാസം നിന്റെ അകത്ത് വരണം. അത് വന്ന മനുഷ്യൻ പറയുന്നു, ഇതെല്ലാവരും വിശ്വസിപ്പാൻ യോഗ്യമായ വചനമാണ്, സകല മനുഷ്യരും വിശ്വസിപ്പാൻ യോഗ്യമായ വചനമാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, ആ പാപികളിൽ ഒന്നാമനായിരുന്ന എന്നെയും എന്റെ കർത്താവ് വിടുവിച്ചു. അതാ ബൈബിളിലെ ആഴമായ സന്ദേശം. ഇതിനകത്ത് എത്ര പേര് അങ്ങനെയുണ്ട്? സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ ലോകത്തിൽ വെച്ച് ഏറ്റവും യോഗ്യരെ പോലെയാണ് നമ്മൾ വരുന്നത്. ആ മനുഷ്യൻ ഹല്ലേലൂയ പാപികളിൽ ഒന്നാമനൊന്നുമല്ല. പക്ഷെ മനോഭാവം, ദൈവസന്നിധി വരുമ്പോ മനോഭാവം, അതാ നമുക്ക് ക്രിസ്തുവിനെ ഉയർത്താനും കർത്താവിനായി ജീവിക്കാനും ഒക്കെ വലിയ കരുത്ത് തരുന്നത്. നമ്മുടെ മനോഭാവം. നമ്മൾ ഹല്ലേലൂയ എന്തൊക്കെയോ ആണ് എന്ന ചിന്തയിലേക്ക് വരുമ്പോ ദൈവം നമ്മെ ശുദ്ധീകരിച്ചതൊക്കെ നല്ലതാ. പക്ഷേ ഹല്ലേലൂയ തിരിച്ചറിഞ്ഞോളണം, പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിച്ച്. അതിന് വില കൊടുത്തത് യേശു മാത്രം. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നിന്റെ പ്രവൃത്തികളുമായി വരരുത്. ആമേൻ സ്തോത്രം. എന്തൊക്കെയോ ചെയ്ത്, എന്തൊക്കെയോ ഞങ്ങൾ ഹല്ലേലൂയ കാണിച്ചു എന്നൊന്നും പറഞ്ഞ് ദൈവസന്നിധി വരരുത്. നിൽക്കുന്നത് കർത്താവിന്റെ കൃപയെ. അവൻ മാത്രമാണ് എൻ്റെ പാപത്തിന്റെ മോചകൻ. ഞാൻ രക്ഷപ്പെടാൻ കാരണം യേശു മാത്രമാണെന്ന് ആഴമായി വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസമുള്ള എല്ലാവരും ചേർന്ന് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ് ശക്തിയോടെ സ്തുതിച്ചേ. അതുകൊണ്ട് ഹല്ലേലൂയ തിരുമേശ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. പാപത്തിന്റെ പരിഹാരം വരാൻ ആമേൻ സ്തോത്രം. ഉലകത്തിൽ മറ്റൊരു മാർഗമില്ല. പള്ളിയിൽ പോയ പാപക്ഷമ വരത്തില്ല. ആമേൻ സ്തോത്ര കാഴ്ച കൊടുത്താൽ പാപക്ഷമ വരത്തില്ല. നന്നായി പാടിയാൽ പാപക്ഷമ വരത്തില്ല. നന്നായി പ്രസംഗിച്ചാൽ പാപക്ഷമ വരത്തില്ല. പാപക്ഷമ യേശു കർത്താവിൽ കൂടെ മാത്രമേ ലഭ്യമാകത്തുള്ളൂ. ഒരു ഹല്ലേലൂയ ജനിച്ചു വീണ് പള്ളിയിൽ പോയി എന്ന് പറഞ്ഞ് രക്ഷ കിട്ടത്തില്ല. യേശു കർത്താവിൽ നീ വിശ്വസിക്കണം. എന്തിന്? സ്വർഗത്തിൽ ഇരുന്നവൻ താണ ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നു. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, പാപികളെ രക്ഷിക്കാനാണ്. ആ പാപികളെ രക്ഷിക്കാൻ വന്നവൻ ആ രക്ഷാ പദ്ധതിയാണ് കാൽവരി ക്രൂശിൽ തികച്ചത്. ആമേൻ സ്തോത്രം. ഒരുപാട് പങ്കപ്പാടുകളേറ്റ് നമുക്ക് വേണ്ടി തകർന്നത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന്. അതുകൊണ്ട് പാപക്ഷമ വേണമെങ്കിൽ യേശു കർത്താവിന്റെ അടുക്കൽ വരണം.
യേശുവിൽ കൂടെ മാത്രമേ അത് കിട്ടൂ. മറ്റെന്ത് പുണ്യപ്രവർത്തികൾ ചെയ്താലും നിനക്ക് പാപമോചനമില്ല. പാപമോചനം ലഭിക്കാത്തവന് നിത്യനാശത്തിലേക്ക് പോകും. ഞാനത് അധികം വിശദീകരിക്കാൻ സമയമില്ല. ആ ചിന്തയ്ക്കകത്താണ് ഇന്നലെ നമ്മൾ നിന്നത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മറിയോട് പറയുന്നു, യേശു ജനിക്കാൻ പോകുക. സ്തോത്രം. യേശു ജനിക്കാൻ പോകുക. ഭൂമിയിൽ യേശു ജനിക്കാൻ പോകുന്നു മനുഷ്യനായി. ആമേൻ. സ്തോത്രം. മറിയയുടെ ഉദരത്തിൽ യേശു കർത്താവ് കടന്നു വരാൻ പോകുക പരിശുദ്ധാത്മാവിൽ. വന്ന യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ വായിച്ചു കേട്ടത്. വേഗത്തിൽ ഞാനത് പറഞ്ഞ് നമ്മൾ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങ്. കുറെ കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ 5 കാര്യങ്ങൾ ഹല്ലേലൂയ അവിടെ പറയുന്നുണ്ട്. 5 കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 നിറവേറി. 5-ൽ 4 കാര്യങ്ങളും നിറവേറി. യേശു ജനിക്കുന്നതിന് മുമ്പേ ദൂതൻ 5 കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞു. അതിൽ 4 നിറവേറി. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ചേ. ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞത് കൃത്യതയോടെ കഴിഞ്ഞു. യേശു മകനെ ആമേൻ യേശു കർത്താവിന്റെ ജനനത്തോടുകൂടെ അത് കഴിഞ്ഞു. അടുത്ത് വായിച്ചേ. അവന് യേശു എന്ന് പേർ വിളിക്കണം. അതും കൃത്യതയോടെ അങ്ങനെ തന്നെ സംഭവിച്ചു. അവൻ വലിയവനാകും. സ്തോത്രം. വായിച്ചോ. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. നിങ്ങൾക്കറിയാം ഹല്ലേലൂയ. യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് ആമേൻ 33.5 വർഷം ഇവിടെ ആമേൻ ജീവിച്ചു. 3.5 വർഷത്തെ ശുശ്രൂഷ യേശു കർത്താവിനെ ഹല്ലേലൂയ വലിയവനെന്ന് അറിയപ്പെടത്തക്കവണ്ണം അവനെ വലിയവനാക്കി. ഹല്ലേലൂയ. അവൻ വലിയവനാകും എന്ന് പറഞ്ഞ ആമേൻ സ്തോത്രം പ്രവചനത്തിന്റെ ശബ്ദം. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞത് നമുക്കറിയാം. സ്തോത്രം. സ്നാന സമയത്ത് ആമേൻ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. സ്തോത്രം. പറയപ്പെട്ട ആമേൻ ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളും ഒന്നൊഴിച്ച് സകലതും ആമേൻ ഓരോ കൃത്യമായ ഇടവേളകളിൽ നിറവേറി. അവസാനം പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ചിന്താ വിഷയം അതാണ്. ആമേൻ ഹല്ലേലൂയ. ആ വാക്കുകൂടെ ഒന്ന് ആമേൻ ശബ്ദമുയർത്തി വായിച്ചു. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. യേശു കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും. ആമേൻ. ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ എന്നേക്കും രാജാവായിരിക്കും. സ്തോത്രം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറഞ്ഞു യേശു കർത്താവ് പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ആമേൻ. അത് ഹല്ലേലൂയ ആമേൻ നമുക്ക് ഒരു വില കുറഞ്ഞ ഒരു അനുഭവമായി തോന്നുന്നെങ്കിൽ അത് അവിടം കൊണ്ട് തീരുന്നില്ല. വന്നതിന്റെ ഉദ്ദേശം, വന്നവൻ ഇനി രാജാവായിട്ട് ഈ ഭൂമിയിൽ ഭരിക്കും. അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സിംഹാസനം, ദാവീദിന്റെ സിംഹാസനം ദൈവം യേശു കർത്താവിന് കൊടുക്കും. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ദാവീദിന്റെ സിംഹാസനം യേശു കർത്താവിന് കൊടുക്കും. യേശു ദാവീദിന്റെ പുത്രൻ എന്ന് അറിയപ്പെടുന്നത്. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും 11. സ്തോത്രം. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കുമെന്ന് പറഞ്ഞ് ആമേൻ ഒരു വചനഭാഗം നിങ്ങൾക്ക് കാണാൻ സമയമില്ല. അതൊരു പ്രവചനമാണ്. സ്തോത്രം. ദാവീദിന്റെ സന്തതിയായി യേശു കർത്താവ് ജനിച്ചു. പക്ഷേ ഹല്ലേലൂയ ഇവിടത്തെ വാഗ്ദത്തം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ അല്പ സാവധാനത്തിൽ പറയാം. നിങ്ങളെല്ലാം മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഇവിടെ പറയുന്നത് ദൈവം ദാവീദിന്റെ സിംഹാസനം യേശു കർത്താവിന് കൊടുക്കുക. അങ്ങനെ ഒരു വാഗ്ദത്തം, ഒരു പ്രവചനം ഇനി ബാക്കിയാണ്. സ്തോത്രം. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഉലകത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. നമുക്കറിയാം ഇന്ന് ദാവീദിന്റെ സിംഹാസനം ഭൂമിയിൽ ഇല്ല. യേശു കർത്താവിന് 950 വർഷം മുമ്പാണ് ദാവീദ് ജീവിച്ചിരുന്നത്. അന്ന് ആമേൻ ഹല്ലേലൂയ ദാവീദിന് സിംഹാസനം ഉണ്ടായിരുന്നു. നിങ്ങൾ പഴയ നിയമം പഠിച്ചാൽ ശമൂവേലിന്റെ അവസാന നാളുകളിലാണ് ദൈവം ദാവീദിന് ഇസ്രായേലിന് ആദ്യത്തെ രാജാവിനെ കൊടുക്കുന്നത്. ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവ് ആരാ? ശൗൽ രാജാവ്. സ്തോത്രം. 40 വർഷം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ ഒരു ചരിത്രം ഇങ്ങനെ തൊട്ട് വന്നിട്ട് പെട്ടെന്ന് നമ്മൾ ദൂതിലേക്ക് വരും. കാരണം നിങ്ങൾക്ക് അറിവുള്ളവർ അത് ഹല്ലേലൂയ ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഉണരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഹല്ലേലൂയ ചുമ്മാ ആമേൻ ഇങ്ങനെ വാടി ഇരിക്കേണ്ടവരൊന്നും അല്ല. സ്തോത്രം. നമ്മളെ കർത്താവ് എത്രമാത്രം നമ്മൾ പോകുന്ന പാത, നമ്മുടെ ഭാവിയൊക്കെ അറിഞ്ഞിട്ട് തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിക്കണം. ഇന്ന് പകൽ ആ മെസ്സേജ് നിങ്ങളുടെ അകത്ത് വീഴണം. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. 1ാമത്തെ രാജാവ് ഹല്ലേലൂയ ശൗലാണെങ്കിൽ 2ാമത് ദൈവം ദാവീദിനെ രാജാവാക്കി. 40 വർഷം അദ്ദേഹവും ഭരിച്ചു. 3ാമത് ഹല്ലേലൂയ ശലോമോൻ രാജാവായി. അദ്ദേഹവും ഇസ്രായേലിനെ 40 വർഷം ഭരിപ്പാനിടയായി. സ്തോത്രം. അദ്ദേഹത്തിന്റെ തലമുറയുടെ കാലം വന്നപ്പോൾ ഇസ്രായേൽ രാജ്യം 2ആയി വിഭജിച്ചു. ഇസ്രായേലും യഹൂദയും എന്ന് പറഞ്ഞ് 2ആയി ഹല്ലേലൂയ വിഭാഗിക്കപ്പെടാനിടയായി. തുടർന്ന് ആമേൻ സ്തോത്രം ഇസ്രായേൽ ഹല്ലേലൂയ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്യാൻ തുടങ്ങി, പാപം ചെയ്യാൻ തുടങ്ങി. ദൈവം ഹല്ലേലൂയ അവരെ കൈവിട്ടു. യഹോവയാക്കീമിന്റെ കാലത്ത് ആമേൻ സ്തോത്രം ദൈവം നിങ്ങൾക്കറിയാം വല്ലാത്ത ഹല്ലേലൂയ ആമേൻ
പ്രതിസന്ധിയിലേക്ക് രാജ്യം കടന്നുപോയി. ഞാൻ ആ ഭാഗം വിശദീകരിക്കാൻ നിന്നാൽ നമ്മുടെ സമയത്ത് തീർത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. പക്ഷേ നിങ്ങൾ ബൈബിൾ വായിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആ സമയത്ത് ഹല്ലേലൂയ മുമ്പിലേക്ക് പോയി സ്തോത്രം യെഹോവാക്കീമിന്റെ കാലത്ത് സ്തോത്രം ഈ ഇസ്രായേൽ രാജ്യം നശിപ്പിക്കാനിടയായി തീർന്നു. സ്തോത്രം. ശത്രു സൈന്യം അവരെ തകർത്തു. നമ്മുടെ ചിന്ത ദൈവം ദാവീദിന്റെ സിംഹാസനം യേശുവിന് കൊടുക്കുമെന്നുള്ളത്. അതിലൊന്ന് പോയാൽ ഞാൻ ഈ പറയുന്ന ഒന്നും മനസ്സിലാകത്തില്ല. പൊതുവേ നിങ്ങൾ ഹല്ലേലൂയ നിശബ്ദരായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലധികം നിശബ്ദരാകരുതെങ്കിൽ എനിക്ക് തെറ്റിദ്ധാരണ വരും. നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ ഇടയ്ക്കൊന്ന് ചിരിക്കെങ്കിലും ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. മമ്മി കണക്കെ ഇരിക്കരുത്. എവിടത്തെ മമ്മി? ഈജിപ്തിലെ മമ്മി കണക്കെ ഇരിക്കരുത്. സ്തോത്രം. ചിലരൊന്നും അനങ്ങുന്നേ ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ചിരിച്ച് ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ് കേക്ക്. ഞാനിത് തീർക്കാനുള്ള അപ്രാണത്തിൽ. അപ്പോൾ തന്നെ നിങ്ങളുടെ അകത്തത് വീണില്ലെങ്കിൽ എനിക്ക് വിഷമമാണ്. സ്തോത്രം. നമുക്കറിയാം മറ്റു ദിവസങ്ങൾ പോലെ അല്ല ഇന്ന്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇത് ഏറ്റെടുക്കണം. കർത്താവ് നമ്മെ മാനിക്കും. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവ് വന്ന്, നിങ്ങൾക്ക് ഇതെല്ലാം ചരിത്രം അറിയാന്നുള്ളതാ. ഇസ്രായേലിനെ ആക്രമിച്ചു, ആലയത്തെ നശിപ്പിച്ചു, ഇവർ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. സ്തോത്രം. പിന്നെ ഹല്ലേലൂയ അവരുടെ കോളനിയായി മാറി ഇസ്രായേൽ രാജ്യം. ഹല്ലേലൂയ അവരുടെ കോളനിയായി മാറി. സ്തോത്രം. ബാബിലോണിയരുടെ കോളനിയായി മാറി. ഇവർക്ക് ഹല്ലേലൂയ അധികാരമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഹല്ലേലൂയ ബൈബിൾ പഠിച്ചാൽ മനസ്സിലാകും. സ്തോത്രം. ഹല്ലേലൂയ. അടിമത്വത്തിലേക്ക് പോകുന്ന കാലത്താണ് നെബൂഖദ്നേസർ രാജാവ് ഒരു ദർശനം കാണുന്നത്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ. ഞാൻ അടുക്കും ചിട്ടയോടെ മുമ്പ് പറഞ്ഞായിരുന്നു ഒരു ബിംബത്തെ കുറിച്ച്. ഒരു ഹല്ലേലൂയ സ്തോത്രം ബിംബത്തെ താൻ ദർശിക്കുന്നതും അത് ഹല്ലേലൂയ വ്യാഖ്യാനിക്കാൻ പറ്റാതെ താൻ വ്യാകുലപ്പെടുന്നതും ഒടുവിൽ ഹല്ലേലൂയ ആ രാജ്യത്തിലെ ദൈവമനുഷ്യനായ ദാനിയേലിനെ വിളിക്കുന്നത് ആ ബിംബത്തെ കുറിച്ച് ഹല്ലേലൂയ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് 2-ാം അധ്യായത്തിൽ കാണാം. ഞാൻ അതിന്റെ ചരിത്രമെല്ലാം വച്ചിട്ട് നമുക്ക് ഇനി ഹല്ലേലൂയ ഓർമ്മയിൽ എത്ര പേരുണ്ട്? മൊത്തം ഹല്ലേലൂയ 7 സാമ്രാജ്യങ്ങൾ ഭരിക്കുമെന്നും ഇപ്പോൾ ഹല്ലേലൂയ സ്തോത്രം 5-ാമത്തെ സാമ്രാജ്യമാണെന്നും 6-ാമത്തെ സാമ്രാജ്യം വരും, അത് അന്തിക്രിസ്തുവിൻ്റെതാണെന്നും 7-ാമത്തെ സാമ്രാജ്യം യേശുവിൻ്റെതാണെന്ന് ഞാൻ പ്രസംഗിച്ച് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? സ്തോത്രം. അത്രയും പറഞ്ഞപ്പോൾ ചെറിയൊരു ചിന്ത വരുമായിരിക്കും. പക്ഷേ അത്രയും പറയാതിരുന്നെങ്കിൽ നിങ്ങൾ ഒട്ടും ഓർക്കത്തില്ല. അന്ന് ഞാൻ കൃത്യതയോടെ ഈ വിഷയം പറഞ്ഞു. നിങ്ങൾ തെറ്റിപ്പോകരുതെന്നും ലോകം പോകുന്നത് കൃത്യതയോടെ ദൈവവചനം അനുസരിച്ചാണെന്നും ഇനി അധിക സമയം കർത്താവിന്റെ വരവിനില്ലെന്നൊക്കെ പറഞ്ഞത് എത്ര പേർ ഓർക്കുന്നുണ്ട്? പക്ഷെ നമുക്ക് എന്നിട്ട് ഒരുക്കമില്ല. അതിന്റെ ഒരു ചിന്തയൊന്നും നമുക്ക് ഹല്ലേലൂയ കാണുന്നില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനി നിങ്ങൾ ഏറ്റവും ബന്ധപ്പെടേണ്ടത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ട കാലത്ത് ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടാ. ദൂരയാത്രയ്ക്ക് വസ്ത്രമൊക്കെ തേച്ച് വെച്ച് ഒരുങ്ങത്തില്ലയോ? സ്തോത്രം. ടൂറൊക്കെ പോകാൻ. അതുപോലെ ദൈവത്തിന്റെ വരവിന് വേണ്ടി ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾ വരുത്തണം. ജീവിത വസ്ത്രത്തെ അലക്കി ക്രമീകരിക്കാൻ തുടങ്ങണം. അല്ലെങ്കിൽ തള്ളപ്പെട്ടു പോകുമെന്ന ഗൗരവമായ വിഷയം നിങ്ങൾ തിരിച്ചറിയണം. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ ദാനിയേൽ കണ്ട ബിംബത്തിന് 7 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. 7 ഭാഗം. അതാ 7 സാമ്രാജ്യങ്ങൾ. സാമ്രാജ്യത്വ ബിംബത്തെയാണ് താൻ കണ്ടത്. ദാനിയേൽ ഹല്ലേലൂയ വന്ന് സ്തോത്രം പറഞ്ഞു. ആ രാജാവ് ദർശനം കണ്ടിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റാതെ വ്യാകുലപ്പെട്ടു. മന്ത്രവാദികളെ എല്ലാം വിളിച്ചു. ഒരു മന്ത്രവാദിക്കും വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല. രാജ്യത്തിലെ ഒരു മന്ത്രവാദിക്കും അത് വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല. എല്ലാവരെയും കൊല്ലാൻ രാജാവ് വിധി കൽപ്പിച്ചു. വ്യാഖ്യാനിക്കാൻ പറ്റാത്ത എല്ലാവരെയും കൊല്ലാൻ ഹല്ലേലൂയ വിധി കൽപ്പിച്ചു. സ്തോത്രം. പക്ഷേ ദാനിയേൽ പറഞ്ഞു, ആരെയും കൊല്ലണ്ട, സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം. അതെന്തിനാ ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞതെന്നറിയാമോ? നമ്മളിലും പലർക്കും അതിനോട് ഈ വിഗ്രഹാരാധനയായിട്ട് ബന്ധപ്പെട്ടുള്ള മന്ത്രവാദത്തോടും ക്രിയയോടും ചോദിച്ചറിയാനും സ്തോത്രം ഹല്ലേലൂയ പലയിടത്തും പോകുന്ന പല ക്രിസ്ത്യാനികളും ഉണ്ട്. പൊന്നുമക്കളെ തിരിച്ചറിഞ്ഞോളണം. ഇതിൻ്റെയൊക്കെ മീത വാഴുന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അവിടെ ആശ്രയിച്ചോണം. അവിടെ കിട്ടാത്ത വിടുതൽ ഒരിടവുമില്ല. ഈ ഭൂമിയിൽ അല്പലാഭത്തിന് വേണ്ടി ചെന്ന് നിത്യ നരകവും സ്വീകരിച്ച് നീ നരകത്തിലേക്ക് പോകാതെ സർവജ്ഞാനിയായ ദൈവ ആശ്രയിക്കണം. ഒരു രാജ്യത്തിലെ സകല മന്ത്രവാദികളും പരാജയപ്പെട്ട ഇടത്ത് പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുന്നവൻ പറഞ്ഞു, ദർശനം ഞാൻ വ്യാഖ്യാനിക്കാം. ഞാൻ നിന്നോട് പറയട്ടെ, ആർക്കും പറയാൻ പറ്റാത്ത മറുപടി നിനക്ക് ദൈവത്തിന് തരാൻ പറ്റും. നിന്റെ കുടുംബത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ, നിന്റെ പ്രശ്നത്തിന്റെ കാരണം നീ എത്ര അന്വേഷിച്ചിട്ട് ആർക്കും പറയാൻ പറ്റുന്നില്ല, ഒരു ഹല്ലേലൂയ വ്യക്തികൾക്കും പറയാൻ പറ്റുന്നില്ല, മറഞ്ഞിരിക്കുന്നെങ്കിൽ അതിനെ വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു ദൈവമുണ്ട്. ദൈവസഭ അത് വിശ്വസിച്ചാൽ ഞാൻ പറയട്ടെ, ഓരോ ദിവസങ്ങളിലും ഹല്ലേലൂയ ദൈവം ഇതിനകത്ത് ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ സർവശക്തനായ ദൈവമെന്ന് തിരിച്ചറിയാതെ ഒരൊറ്റ കുഞ്ഞ് ദൈവത്തെ ആരാധിക്കരുത്. സ്തോത്രം. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമില്ല. അതുകൊണ്ട് ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ തെറ്റിപ്പോയി. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി വന്ന യേശു കർത്താവ് മാത്രമാണ് നിത്യ ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൽ മാത്രം നീ ആശ്രയിക്കുക. സമയം ചോദിക്കരുത്.
അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതിലോട്ട് കയറുന്നില്ല. അതിലൊന്നും ഒരു അർത്ഥവുമില്ല. അതിന്റെ മുകളിൽ ആമേൻ ഹല്ലേലൂയ ശക്തിയുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ തിരിച്ചറിയണം. ആമേൻ ഹല്ലേലൂയ ഏലിയാവും യാഗപീഠവും ബാലും 850 പ്രവാചകന്മാരും ഒക്കെ നമുക്കറിയാം. സ്തോത്രം. ശരീരം മുറിച്ച് രക്തമൊഴുക്കി ആമേൻ മന്ത്രവാദം ചെയ്തിട്ടും പൂജ ചെയ്തിട്ടും അവരുടെ ദൈവത്തിന് പ്രത്യക്ഷനാകാൻ പറ്റിയില്ല. പ്രാർത്ഥിച്ച ഒറ്റ ഒരുത്തൻ മുട്ടുമടക്കിയിരുന്നപ്പോൾ. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആമേൻ അതാണ് ദൈവം നമുക്ക് തന്ന അധികാരം. അതാണ് നമ്മുടെ ദൈവം. ഉലകത്തിൽ ഒരു ശക്തിക്കും ഇതിനെ മറിക്കാൻ പറ്റത്തില്ല. എന്താ അതിന്റെ അർത്ഥം? പ്രാർത്ഥിക്കുന്ന നിന്നെ മറിക്കാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല എന്ന ശക്തമായ വിശ്വാസം നിങ്ങളുടെ അകത്ത് വേണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ്, ശക്തമായ ഹല്ലേലൂയ പറഞ്ഞ്. ഞാനൊരു സന്തോഷ വർത്തമാനം പറയാം. കഴിഞ്ഞ 21 ദിവസത്തെ ഉപവാസത്തിൽ എൻ്റെ വണ്ടി ഇടിച്ചു. സ്തോത്രം. കഴിഞ്ഞ VBSന് ജിജിന്റെ വണ്ടി ഇടിച്ചു. ആമേൻ സ്തോത്രം. ചിലരെങ്കിലും പറയുന്നുണ്ട് ഈ വണ്ടി തട്ടിനെ കുറിച്ച്. ഞാൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അന്നേരം എൻ്റെ ഇടത് കൈ കവിളിലിരിക്കും. ഇത്രയും പ്രസംഗം കേട്ടിട്ട് ഈ വിധത്തിലുള്ള പരിപാടികൾ വെക്കരുത്. വണ്ടി തട്ടിയത് ആമേൻ സ്തോത്രം. റോഡെ വണ്ടി ഓടിയ വണ്ടി തട്ടും. അതിന് നിങ്ങൾക്ക് ഭയങ്കര ആശങ്കയുള്ളവർ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അങ്ങനെ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ. പേടി ഉള്ളവര് സ്തോത്രം. മെഡിക്കൽ കോളേജിൽ പോയി നോക്കണം, സ്ക്രൂകളൊക്കെ അടുക്കി കയറ്റി ഒടിഞ്ഞു നുറുങ്ങി കിടക്കുന്ന എത്ര പേരുണ്ടെന്ന്. എന്നിട്ട് പറയണം ഏത് പിശാച് അവരടിച്ചെന്ന്. സ്തോത്രം. അല്ലാത്ത കഷ്ടം വിശ്വാസികളുടെ. ഏത് ദൈവത്തെയാ സേവിക്കുന്നേ? ഏത് ദൈവത്തെ ആരാധിക്കുന്നേ? ഇരുന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഞാൻ എൻ്റെ വണ്ടി ഇറങ്ങിയതിൻ്റെ അന്ന് ആ ദേശം മൊത്തം ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പ്രാർത്ഥിച്ച് എല്ലാം. ഇനി പിശാചാണെങ്കിൽ വന്ന് പറഞ്ഞു, വന്ന് തൊടാൻ പറ്റുമെങ്കിൽ തൊടന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഞാൻ നിൽക്കുന്നത്. അന്ന് രാത്രി ഒരുപാട് ക്ഷീണിച്ചു. വണ്ടി ഇറക്കി കൊണ്ടുവന്ന് വീട്ടിൽ ഇറങ്ങാതെ ആ ദേശം മുഴുവനും കറങ്ങി പ്രാർത്ഥിച്ചു ഒറ്റയ്ക്ക്. എന്തേ സ്തോത്രം. സഭ നിൽക്കുന്നെങ്കിൽ തൻ്റെ ഇടത്തോടെ നിൽക്കണം. ഒരുമിച്ച് നിൽക്കുന്ന തൻ്റെ ഇടത്തോടെ നിൽക്കണം. സ്തോത്രം. വണ്ടി തട്ടി. ഞാൻ ചോദിക്കട്ടെ, ഈ നിങ്ങളുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുക. നിങ്ങളുടെ വീട്ടിനകത്ത് ഭർത്താവ് ഭാര്യയെ കവിളിന് അടിച്ചു. ഉടൻ പറയുക ഈ ബന്ധം ഇനി വേണ്ട, ഡൈവോഴ്സ് ആവുമെന്ന് പറയൂ. നിന്റെ വീട്ടിൽ വെച്ചല്ലേ നടന്ന, ആ വീട്ടിൽ കയറത്തില്ല എന്ന് പറയൂ. സ്തോത്രം. നിന്റെ വീട്ടിന്റെ പടിയിൽ ഇറങ്ങിയതും കമന്നടിച്ചു വീഴുന്നു. ഇനി ഈ വഴിയെ ഞാൻ നടക്കൂല, വഴിയാ പ്രശ്നം എന്ന് പറഞ്ഞാൽ നടക്കുമോ? എന്നാ കഷ്ടമാണ് നമ്മുടെ വിശ്വാസം കിടക്കുന്ന എവിടെയെന്ന് നോക്കിയേ. സ്തോത്രം. വളരെ ശക്തിയോടെ ഞാൻ പറയുക. സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. പ്രാർത്ഥിക്കുക അല്ലാതെ മറ്റൊന്നും ചെയ്യരുത്. പിശാചിന് മഹത്വം വരുന്നത് ഒന്നും ചെയ്യരുത്. സ്തോത്രം. ഏത് പിശാചുണ്ടെങ്കിലും കൈകാര്യം ചെയ്യാൻ ദൈവ അധികാരം തന്നിട്ടുണ്ട്. സകലത്തിന്റെ മീതെ വാഴുന്നവനാണ് ഞങ്ങളെ വിളിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ശക്തിയോടെ ആരാധിക്കണം. നല്ല അഭിഷക്ത ലോകം അറിയപ്പെടുന്നവ അഭിഷക്തന്മാരുടെ വണ്ടി കത്തിപ്പോയിട്ടുണ്ട്, ഇടിച്ച് തകർന്നിട്ടുണ്ട്. അവരൊന്നും വിശ്വാസം ത്യജിച്ചു പോയില്ല. പക്ഷെ നിങ്ങൾ ഹല്ലേലൂയ എവിടെയോ നടക്കുന്ന എന്തോ പറഞ്ഞ് ആമേൻ വ്യാകുലപ്പെട്ട് ഓടുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ഒന്നും അല്ലെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് കരുത്ത് പ്രാപിക്കണം. ഹല്ലേലൂയ. ശക്തിയോടെ നമ്മൾ സേവിക്കുന്ന ദൈവം ആരെന്ന് തിരിച്ചറിയണം. ആമേൻ ഹല്ലേലൂയ. വരുന്നതെല്ലാം പിശാച് എന്ന് പറഞ്ഞ് പിശാചിന് മഹത്വം കൊടുക്കരുത്. എന്നെ നടത്താൻ ഒരു ദൈവമുണ്ട്, എന്നെ സൂക്ഷിപ്പാൻ ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ദൈവം അറിയാതെ എൻ്റെ ലൈഫിൽ ഒന്നും ഇല്ല എന്ന് തിരിച്ചറിയണം. ഇന്നിൻ്റെ നഷ്ടം നാളത്തെ ലാഭമാണെന്ന് തിരിച്ചറിയണം. പിശാച് ജയത്തിന്റെ കൊടി ഉയർത്താൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഇടവരത്തില്ലെന്ന് തിരിച്ചറിയണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുക, ഭയങ്കര വിശ്വാസം വരണം. ആരാവിചാരം ചെയ്യട്ടെ, ആര് മന്ത്രവാദം ചെയ്യട്ടെ, ഏത് പിശാച് ഹല്ലേലൂയ തകർക്കണമെന്ന് പറഞ്ഞ് ശക്തിയോടെ വരട്ടെ. പ്രാർത്ഥിക്കുന്നവന്റെ നാവ് അടക്കാതിരുന്നാൽ, പ്രാർത്ഥിക്കാൻ കരുത്തുള്ളവൻ പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തി ചണനൂൽ പോലെ കത്തും. നീ ജയത്തിന്റെ കൊടി പിടിക്കും. ദൈവത്തിന്റെ സഭ ജയത്തിന്റെ കൊടി പിടിക്കും. ഒരു മന്ത്രവാദത്തിനും നിന്നെ നശിപ്പിക്കാൻ പറ്റത്തില്ല. നീ ഞാനും ഉള്ളപ്പോൾ ഒരു അന്യാഗ്നി കത്താൻ ദൈവം അനുവദിക്കത്തില്ല. കരുത്തുള്ള വിശ്വാസികളായി മാറുക. മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ആഴമായി അടിയുറച്ച വിശ്വാസം. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിന്റെ വേദനയെ ഞാൻ പറയുന്നത്. ഞാൻ അടിക്കത്തൊന്നുമില്ല കേട്ടോ. പാസ്റ്റർ അടിക്കുമെന്ന് പറഞ്ഞൊന്നും നാളെ പറയരുത്. വേണ്ടി വന്ന അടിക്കും പിള്ളേര്, അത് വേറെ കാര്യം. പക്ഷേ ഹല്ലേലൂയ തീരെ ഇത്രയും വചനമൊക്കെ കേട്ടിട്ട് മാറ്റം വരാതിരിക്കരുത്. നിന്റെ വീട്ടിൽ പിശാച് ഉറങ്ങുമെന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. സ്തോത്രം. നിന്റെ പാതയിൽ ദൂതന്മാർ കാവലുണ്ടെന്ന്, നിന്റെ പാതയിൽ ദൈവം സൂക്ഷിക്കുമെന്ന് ദൈവം പറയുമ്പോൾ നീ കാണുന്നതിനെ വിശ്വസിച്ച് നീ ഭയക്കുന്നെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, 2 പ്രാവശ്യം ഇവിടെ ആൾക്കാരെ കൊണ്ട്, കൊച്ചു പിള്ളേർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, ഒരു രോമത്തിന് പോറൽ വന്നു. അതിന് നന്ദി പറഞ്ഞ് എത്ര പേരാ ഉള്ളേ? അതിന് നന്ദി പറഞ്ഞ് എത്ര പേരെ ഇതിനകത്തുള്ളേ? ഒരു കുഞ്ഞിന്റെ രോമത്തിൽ എന്തെങ്കിലും പറ്റിയോ? അതിന് നന്ദി പറഞ്ഞ് എത്ര പേരാ ദൈവസഭയ്ക്കകത്തുള്ളേ?
സ്തോത്രം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്നില്ല ഇടിച്ച് നുറുങ്ങി തൽക്ഷണത്തിൽ തകരുന്നേ. സ്തോത്രം. ഞാൻ വേദന കൊണ്ട് പറയുക, ദൈവസഭ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കണം. ഇതൊന്നും കണ്ട് കാലിൽ വണ്ടിയുടെ ടയർ പഞ്ചറായെന്ന് പറഞ്ഞ് പിശാചിന് മഹത്വം കൊടുക്കരുത്. സ്തോത്രം. ആ ടയറൊക്കെ നമുക്ക് മേടിക്കാൻ കർത്താവ് പൈസ തരും. ഇനി ഈ വണ്ടി തന്നത് ദൈവം ഇല്ലയോ? സ്തോത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. അതുകൊണ്ട് കരുത്തോടെ ദൈവസഭ പ്രാർത്ഥിക്കണം. പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പറ്റണം. ഒറ്റ കുഞ്ഞല്ലാതെ ഒരു വർത്തമാനം പറയില്ലേ. സ്തോത്രം. ഒറ്റ വർത്തമാനം പറയരുത്. പിശാചിന് മഹത്വം കൊടുക്കുന്ന ഒരു വർത്തമാനം സഭയ്ക്കകത്ത് പറയരുത്. പരസ്പരം പറയരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം, പ്രതിവിധി ഞാൻ പറഞ്ഞു തരാം. സ്തോത്രം. ഭയന്നിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ യേശുവേ എന്ന് വിളിക്കരുത്. യേശുവേ എന്ന് വിളിച്ചാൽ യേശു നിനക്ക് സകലത്തിലും മതിയായവനാണ്. ആ നാമത്തിന് മേലെ നിൽക്കുന്ന ഒരു നാമം വേറെ ഇല്ല. ആ നാമത്തെ മുറുകെ പിടിക്കുന്ന നിന്നെ തകർക്കാൻ പിശാചിന് പറ്റുമെങ്കിൽ ഈ പുസ്തകം അടച്ചിട്ട് വേറെ ജോലിക്ക് പോകണം. ഈ പുസ്തകം വിശ്വസിക്കുന്നെങ്കിൽ, ഇതിൽ പറയുന്ന ക്രിസ്തുവിനെ നീ അംഗീകരിക്കുന്നെങ്കിൽ നിന്റെ തലയിലെ ഓരോ രോമവും എണ്ണപ്പെട്ടവനാണ്. ആമേൻ. ഹല്ലേലൂയ. എണ്ണി അറിയുന്ന ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. അവന് അങ്ങനെ നിന്നെ വിട്ടുകൊടുക്കുന്നവനല്ല. നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഇന്നിന്റെ കഷ്ടം നാളത്തെ ലാഭമാ. ഇന്നിന്റെ വേദന നാളത്തെ സന്തോഷമാ. ഇന്നത്തെ തകർച്ച നാളത്തെ അനുഗ്രഹമാണ്. ഒരു കാരണവശാലും നിന്റെ ദൈവം നിന്നെ കൈവിടത്തില്ല. ഒരു കാരണവശാലും ദൈവം നിന്നെ തകർക്കത്തില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഹല്ലേലൂയ. യേശു വാഴട്ടെ നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ദേശത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, കുഞ്ഞുങ്ങളിൽ യേശു മാത്രം വാഴട്ടെ. ഇങ്ങനെ വിശ്വസിച്ചു നോക്ക്. നമ്മുടെ വിശ്വാസത്തിന് തകരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, വിശ്വാസത്തിന് തകരാറുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ. ഹല്ലേലൂയ. മന്ത്രവാദികൾ, ഒരു ദേശത്തിലെ മുഴുവൻ മന്ത്രവാദി വിചാരിച്ചിട്ട് നടന്നില്ല. പക്ഷെ അടുക്കടുക്കോടെ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ കണ്ട സ്വപ്നം അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തു. സ്തോത്രം. 7 സാമ്രാജ്യങ്ങൾ ലോകത്തെ ഭരിക്കുമെന്നും 7ാമത്തെ സാമ്രാജ്യം ക്രിസ്തുവിൻ്റെതായിരിക്കുമെന്ന് ആമേൻ. സ്തോത്രം. ആ ദർശനത്തിൽ കൂടെ ആമേൻ ഹല്ലേലൂയ വെളിപ്പെടുത്തി കൊടുക്കുക. അവസരം വന്നതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ ഈ വിഷയങ്ങൾ. അവസരം. പക്ഷെ നമ്മുടെ അകത്ത് കരുത്തോടെ, നാളെ ഇനി എനിക്കെന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ എന്നാ പറയും? എനിക്കത് പേടിയാ. സ്തോത്രം. അങ്ങനെയൊന്നും വിളിച്ചു പറയരുതേ. സ്തോത്രം. വലിയ കരുത്ത് നമ്മുടെ വിശ്വാസത്തിനുണ്ടാകണം. കരുത്തുണ്ടാകണം. ഭയങ്കര വിശ്വാസം. എങ്കിലേ പിശാചിനെ ജയിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ വീട് വിട്ടവൻ ഇറങ്ങത്തില്ല. സ്തോത്രം. ശരീരം വിട്ടവൻ പോകത്തില്ല. ആമേൻ. നമ്മൾ തന്നെ ആമേൻ ഹല്ലേലൂയ പിടിച്ചിരുത്തുന്നത് പോലെ ആയി പോകും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ട ഒറ്റ കാര്യം, പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. നിങ്ങൾക്ക് മനസ്സിനകത്ത് എന്തെങ്കിലും അങ്ങനെ തോന്നുന്നെങ്കിൽ പ്രാർത്ഥന എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കണം. പ്രാർത്ഥന കൂട്ടണം. 5 മിനിറ്റെങ്കിലും ഈ ആഴ്ചയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? കൃപ. നിങ്ങളെ ഒരു ആശ്വാസമാണ് കേട്ടോ ഇത്രയും പേര് പ്രാർത്ഥിച്ചെന്ന് പറയുന്നത്. അത് ചെയ്യ്. 5 എന്നുള്ളത് 10 മിനിറ്റ് ആക്ക്. പ്രവർത്തനങ്ങൾ കൂടട്ടെ. ഇതൊക്കെ പറഞ്ഞ് നമുക്ക് ഒതുങ്ങാൻ പറ്റുമോ? സ്തോത്രം. നമ്മൾ മറുവശത്ത് ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്ക്. ശക്തിയോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവസഭ സാത്താനെതിരെ നേരിട്ട യുദ്ധത്തിലാണ് സഭ നിൽക്കുന്നത്. ഇവിടെ ഉപവാസ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്കറിയാം. കരുത്തോടെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. സ്തോത്രം. വരുന്ന വ്യക്തികൾക്ക് അപ്പോഴപ്പോഴും വിടുതൽ കിട്ടുന്നുണ്ട്. ഇന്നലെ ഒരു മനുഷ്യന്റെ സന്തോഷം, ഇന്ന് വരുമെന്ന് പറഞ്ഞതാ, വന്നില്ല, വിടുതൽ കിട്ടി, വന്ന് കയറുന്നതേ ഉള്ളൂ. അവർക്ക് അത്ഭുതം ചെയ്യാം. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ചിലർ അവരുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയെ ആമേൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്റെ ദൈവം അത് ഗുണമാക്കി എന്ന് പറയും. പിശാച് പരാജയപ്പെട്ടു എന്ന് പറയും. എന്റെ കർത്താവ് എന്നെ മാനിച്ചു എന്ന് പറയത്തക്കവണ്ണം അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടക്കും. ഉറപ്പായിട്ടത് നടക്കും. അതുകൊണ്ട് ധൈര്യത്തോടെ യേശുവിനെ ഉയർത്തണം. ഈ വിശ്വാസം ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെ യേശുവിനെ പറ്റി പറയും? ഞാൻ പറഞ്ഞല്ലോ, ഒരു കുടുംബം ഇന്ന് വന്നിരിക്കുക. പല കുടുംബങ്ങൾ വന്നു. അവർ കാലിൽ യേശുവിനെ അറിയുന്നവരല്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്ന യേശുവിനെ ആയിരിക്കണം ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവസഭ ആരാധിക്കേണ്ടത്. ആ ദൈവം മഹത്വമാണ് അവരുടെ ജീവിതത്തെ വിടുവിക്കുന്നത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം, ആരൊക്കെയോ തലമുടി കൊഴിഞ്ഞതിന് വരെ പിശാചിനെ ശാസിച്ചിട്ടിരിക്കുന്നവർ കാണുമെന്ന്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സ്തോത്രം. അങ്ങനെ വരെ ഉണ്ട്. ഇന്നത്തെ വിശ്വാസം അങ്ങനെയാ. സ്തോത്രം. അങ്ങനെയൊന്നും ചെയ്യരുതേ. സ്തോത്രം. അങ്ങനെയൊക്കെ നമ്മുടെ ബിനോയൊക്കെ എന്തോരം ശാസിക്കണം അല്ലേ? സ്തോത്രം. എന്തോരം ശാസിക്കണം. ആമേൻ. അങ്ങനെയൊന്നും ചെയ്യരുതേ. നമ്മൾ പല കാര്യങ്ങളും കർത്താവിനെ ആമേൻ സ്തോത്രം അറിഞ്ഞ് ശക്തിയോടെ നമ്മൾ ആരാധിച്ചു പോകുമ്പോൾ പിശാച് നമ്മളെ ഈ വിധമായി ഉപയോഗിക്കരുത്. ജീവിതത്തിൽ കഷ്ടതകൾ, ശോധനകൾ, രോഗങ്ങളും പ്രതിസന്ധികളൊക്കെ വരും. ആമേൻ സ്തോത്രം. അതിൻ്റെ അകത്തോടാൻ പിശാച് ഉയരരുത്. എല്ലാറ്റിൻ്റെ മീതെ എന്ത് സംഭവിച്ചാലും എല്ലാറ്റിൻ്റെ മീതെ യേശുവാ. സകലത്തിൻ്റെ മീതെ യേശുവാ. ആ യേശുവിൻ്റെ മണ്ടയ്ക്ക് കയറാൻ ഒരുത്തനും കഴിയത്തില്ല. ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ, ഭാരതത്തിലെ മുഴുവൻ മന്ത്രവാദികൾ എഴുന്നേറ്റ് വളഞ്ഞു നിന്ന് മന്ത്രവാദം ചെയ്താലും
കർത്താവ് അറിയാതെ എൻ്റെ രോമത്തെ തൊടാൻ പറ്റത്തില്ല. ആ വിശ്വാസം ഇളകരുത്. സ്തോത്രം, ഇളകരുത്. ആ വിശ്വാസത്തിൽ നിന്ന് ഇളകിയാൽ തീർന്നു. അവസാന കാലത്തിൽ നമ്മൾ തളർന്നു പോകും. സ്തോത്രം. പോട്ടെ, ഞാൻ വിഷയത്തിലേക്ക് ഓടി വന്ന് സമയം അങ്ങ് പോയി. കണ്ടോ, എന്തോ ഒരു ഇതിലാതെ തിരിഞ്ഞങ്ങ് സ്കിപ്പായി കയറിയത് ആ വിഷയത്തിലോട്ട്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ ആ ബിംബത്തെക്കുറിച്ച് അത് വായിക്കുന്നില്ല. നമുക്കറിയാം ആ ബിംബത്തെക്കുറിച്ച് പറയുന്നത്, ആ ബിംബത്തിന്റെ തല പൊന്നുകൊണ്ടുള്ളതെന്ന് ബിംബത്തെക്കുറിച്ച് പറയുന്നത്. ഒന്ന് ഓടിച്ച് പറയുന്നത്, ഇനിയെങ്കിലും നിങ്ങൾ ദാനിയേൽ പ്രവചനം വായിക്കണം. ദാനിയേൽ പ്രവചനം ഇതുവരെ വായിക്കാത്തവർ ഇതിനകത്തുണ്ട്, കൈവെക്കണ്ട. ദാനിയേൽ പ്രവചനമൊക്കെ വായിപ്പോൾ മടി വരും. വെളിപ്പാട് പുസ്തകം വായിക്കാത്തവരുണ്ട്, ആരും കൈവെക്കണ്ട. ബൈബിൾ മൊത്തം വായിക്കുക. സ്തോത്രം. അതിനകത്ത് ഹല്ലേലൂയ തല പൊന്നുകൊണ്ടുണ്ട് എന്ന് ഉള്ള തല ബാബിലോണ്യ സാമ്രാജ്യമാണ്. ബാബിലോണ്യ സാമ്രാജ്യം. നമ്മുടെ പ്രസംഗത്തിന്റെ വിഷയം ദാവീദിന്റെ സിംഹാസനം യേശുവിന് ദൈവം കൊടുക്കാൻ പോവുക. അത് വന്നിട്ടില്ല, ഇന്നതില്ല. വളരെ ഹല്ലേലൂയ നിങ്ങളുടെ ബുദ്ധിയും കൂടെ ഉപയോഗിച്ച് കേൾക്കണേ. ആമേൻ. സ്തോത്രം. ഒന്നാമത്തെ ഹല്ലേലൂയ ആ ബിംബത്തിന്റെ തല പൊന്നുകൊണ്ടുള്ള തലയാ കണ്ടത്. അത് ബാബിലോണ്യ സാമ്രാജ്യമാണ്. BC 606 മുതൽ 530 വരെ ആ സാമ്രാജ്യം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. പൊന്നുകൊണ്ടുള്ള തല. ഇനിയും ആമേൻ ഇത് പ്രസംഗിപ്പിക്കേണ്ടി വരരുത്. ആമേൻ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടാമത്തത് ഹല്ലേലൂയ നെഞ്ചും കയ്യും വെള്ളി കൊണ്ടുള്ളതായിട്ടാണ് കണ്ടത്. നെഞ്ചും കയ്യും, ആ ബിംബത്തിന്റെ നെഞ്ചും കയ്യും വെള്ളി കൊണ്ടിട്ട് ഉള്ളതായിട്ട് കണ്ടു. അത് ഹല്ലേലൂയ മേദ്യ പാഴ്സ്യ സാമ്രാജ്യം. ഇത് എന്തിനാന്ന് പറയുന്നതെന്ന് അറിയാമോ? ഇവിടെ കഴിഞ്ഞുപോയ ചരിത്രം പഠിക്കുന്നവർ പഠിക്കുക. ബൈബിൾ എത്ര കൃത്യമാണെന്ന് തിരിച്ചറിയണം. മേദ്യ പാഴ്സ്യ സാമ്രാജ്യം. ആമേൻ. സ്തോത്രം. അത് ഹല്ലേലൂയ ആമേൻ കഴിഞ്ഞുപോയി. BC 539 തൊട്ട് 330 വരെ ആയിരുന്നു അത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അടുത്തത് ആമേൻ ഹല്ലേലൂയ ഗ്രീക്ക് സാമ്രാജ്യമാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഗ്രീക്ക് സാമ്രാജ്യം 330 തൊട്ട് 323 വരെ നിന്നു. അലക്സാണ്ടർ അത് ഭരിച്ചത് ഞാൻ പറഞ്ഞു. എല്ലാം കൃത്യതയോടെ ഇത് വിവരിച്ചത് കൊണ്ടാണ് ഞാൻ ഓടിപ്പോകുന്നത്. താല്പര്യമുള്ളവർ മുമ്പിലേക്ക് യൂട്യൂബിൽ കയറി ഈ മെസ്സേജ് സെർച്ച് ചെയ്ത് കാണുക. എന്തെങ്കിലുമൊക്കെ മെനക്കെട്ട് പഠിക്കാൻ ശ്രമിക്കുക. സ്തോത്രം. കർത്താവ് നിങ്ങളെ മാനിക്കും. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അടുത്ത് ഹല്ലേലൂയ വന്നത് റോമ സാമ്രാജ്യമാണ്. ആമേൻ. സ്തോത്രം. BC 323 തൊട്ട് AD 300 വരെയാണ്. സ്തോത്രം. മറ്റൊന്നും പറയാൻ സമയമില്ല, ഒത്തിരി പോയി. AD 300 വരെ. ക്രിസ്തു AD 300 വരെ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് ശേഷം ഈ ഭൂമിയിൽ ആമേൻ ഹല്ലേലൂയ റോമ സാമ്രാജ്യം നിലനിന്നു. സ്തോത്രം. റോമ സാമ്രാജ്യം ഹല്ലേലൂയ ഭരിച്ചപ്പോഴാണ് യേശു കർത്താവിനെ ക്രൂശിൽ കയറ്റിയത്. റോമ ഗവൺമെന്റിന്റെ ശിക്ഷാ നടപടിയാണ് ക്രൂശിച്ചു കൊല്ലുക എന്നുള്ളത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. റോമ സാമ്രാജ്യം ഹല്ലേലൂയ ഭരണ സമയത്ത് യേശു കർത്താവിനെ ക്രൂശിലേറ്റി നമ്മുടെ പാപത്തിനു വേണ്ടി ആമേൻ ഹല്ലേലൂയ യേശു കർത്താവ് യാഗമായി. ഞാൻ അതിലോട്ട് അവസാനത്തിൽ വരാം. ഹല്ലേലൂയ. AD 60 ഇസ്രായേൽ രാജ്യത്തെ ആമേൻ ഹല്ലേലൂയ റോമ ഗവൺമെന്റ് നിരോധിച്ചു. ഇസ്രായേൽ രാജ്യത്ത് നമ്മുടെ വിഷയം ദാവീദിന്റെ സിംഹാസനം യേശുവിന് കൊടുക്കും. പക്ഷേ പ്രവചനത്തിന് നേരെ വിരുദ്ധമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഒരു സംഭവം ഇന്ന് ഭൂമിയിലില്ല. അതാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആമേൻ. സ്തോത്രം. റോമ ഗവൺമെന്റ് ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. AD 60 ഇസ്രായേലിനെ നിരോധിച്ചു. AD 70 ആലയത്തെ നശിപ്പിച്ചു. AD 130 ആമേൻ ഹല്ലേലൂയ രാജ്യത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ ചിതറിച്ചു. ദാവീദിന്റെ ആമേൻ ഹല്ലേലൂയ ഗൃഹം ചിതറിപ്പോയി. സ്തോത്രം. AD ഹല്ലേലൂയ 135 ഇസ്രായേൽ എന്നൊരു രാജ്യം ഭൂമിയിലില്ലെന്ന് ആമേൻ. സ്തോത്രം. ബാബിലോൺ അവരുടെ ആമേൻ ഹല്ലേലൂയ ബാബിലോണിലെ സെനറ്റ് പ്രഖ്യാപിച്ചു, ഇസ്രായേൽ എന്ന ഒരു രാജ്യം ഭൂമിയിൽ ഇല്ല എന്ന് പറഞ്ഞു. ഇത്രയും പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടുമെന്ന് എന്റെ വിശ്വാസം. നമ്മുടെ വിഷയം ഹല്ലേലൂയ ദാവീദിന്റെ സിംഹാസനം യേശുവിന് കൊടുക്കും. പക്ഷെ ദാവീദിന്റെ സിംഹാസനത്തെ എന്ത് ചെയ്തു? തുടച്ചു നീക്കി. അങ്ങനെ ഒരു സാധനം ഇല്ലാതെ വണ്ണം, ഇങ്ങനെ ഒരു രാജ്യം ഇല്ല എന്ന് ആമേൻ. സ്തോത്രം. ബാബിലോണ്യ ആമേൻ സാമ്രാജ്യം അവർ പ്രഖ്യാപിച്ചു. ആ ജനം ചിതറി. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിലും കേരളത്തിലും ഒക്കെ വന്ന് പാർത്തു. പക്ഷെ ഇന്ന് ഈ മെസ്സേജ് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്നത് വൻപൻ ശക്തിയാണ്. ആമേൻ ഹല്ലേലൂയ. ഭൂഗോളത്തിന്റെ മധ്യത്തായിട്ട് കിടക്കുന്ന ഒരു കൊച്ചു രാജ്യം ഇസ്രായേൽ. അവർക്ക് രാജ്യത്തെ തിരിച്ചു കൊടുത്തു. വചനം പറഞ്ഞതുപോലെ അത്തി തളർത്തു. അവര് ആമേൻ ഹല്ലേലൂയ മടങ്ങി വന്നു. കേരളത്തിന്റെ പകുതിയേ ഉള്ളൂ, 1 കോടിക്ക് താഴെ ജനമേ അതിനകത്തുള്ളൂ. പക്ഷെ അവർ ശക്തിയോടെ ഇന്ന് വാഴുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. സ്തോത്രം. ഉറങ്ങാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. നമ്മുടെ വിഷയം നിങ്ങൾക്ക് ഗ്രഹിക്കണം. സ്തോത്രം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം നിങ്ങളോട് പറയാം. എന്നെ ശ്രദ്ധിക്കുമെങ്കിൽ, ഇത് ആത്മാവിൽ ഗ്രഹിക്കുന്നവർ ഹല്ലേലൂയ ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ പറയട്ടെ. ആമേൻ. സ്തോത്രം. ഒരു വാഗ്ദത്തം ദൈവം പറഞ്ഞ്, ഒരു കാര്യം ദൈവം പറഞ്ഞ്, നിന്നെ നോക്കിയോ, കുടുംബത്തെ നോക്കിയോ, സഭയെ നോക്കിയോ, ലോക രാജ്യത്തെ നോക്കിയോ, എൻ്റെ യേശു കർത്താവ്, എൻ്റെ സർവശക്തനായ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ട് അത് എങ്ങനെ മങ്ങിപ്പോയാലും, എന്തെല്ലാം പ്രതികൂലം അതിൻ്റെ മേൽ വന്നാലും, വാഗ്ദത്തം നിറവേറാനുള്ള സാധ്യത ശത്രു പൂർണ്ണമായി തുടച്ചു
തുടച്ചു നീക്കിയാലും ദൈവത്തിന്റെ സമയം വരുമ്പോൾ സാഹചര്യം തിരിഞ്ഞു വന്നിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയം വരുമ്പോൾ ഇല്ലാത്ത സാഹചര്യം ഉരുവായി വരും. അതുകൊണ്ട് അവിശ്വസിക്കരുത്. ഹല്ലേലൂയ. ദൈവ സമയം വരുമ്പോൾ ഇന്ന് നിനക്ക് കാണാൻ ഒന്നുമില്ല. ഇന്ന് നീ കാണുന്ന മുഴുവൻ പ്രതികൂലമാണ്. വാഗ്ദത്തത്തിന് എതിരെയുള്ള കാര്യങ്ങളാണ് നിന്നിലും കുടുംബത്തിലും സംഭവിക്കുന്നത്. വാഗ്ദത്തത്തിനെതിരെയാണ് സകലതും നടക്കുന്നത്. എല്ലാ സാഹചര്യവും പോയാലും സമയം വരുമ്പോൾ, ദൈവം പറഞ്ഞ സമയം എത്തുമ്പോൾ, ദൈവം പറഞ്ഞ കൃത്യ സമയം വരുമ്പോൾ ഇല്ലാത്ത സാഹചര്യം ഉരുവാകാൻ തുടങ്ങും. ഇല്ലാത്ത കാര്യം ഉരുവാകാൻ തുടങ്ങും. ഇല്ലാത്തത് ഉണ്ടാകാൻ തുടങ്ങും. ആമേൻ. ഈ രാജ്യം ഇല്ല എന്ന് പ്രഖ്യാപിച്ച് അവർ ചിതറിപ്പോയി, ഒരു സ്ഥലത്ത് പാർക്കാതെ വേണം. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം നടന്നേ പറ്റൂ. ദൈവം പറഞ്ഞ് നടന്നേ പറ്റൂ. ദൈവം പറഞ്ഞു സിംഹാസനം ഞാൻ കൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഇത് കഴിഞ്ഞിട്ട് ഇപ്പോ ഹല്ലേലൂയ പറഞ്ഞത് ആമേൻ കളിമണ്ണും ഇരുമ്പും കൊണ്ടുള്ള രാജ്യത്വം അതാ നടക്കുന്നത്. സ്തോത്രം. ഇപ്പോ നമ്മുടെ നിലവില് ഇസ്രായേൽ രാജ്യം ആമേൻ ഇപ്പോൾ ശക്തിയോടെ ആ ഹല്ലേലൂയ ആർക്കും തടുക്കാൻ പറ്റാത്ത നിൽപ്പുണ്ട്. എന്തിനാ ഞാനിത് പറഞ്ഞെന്നറിയോ? നിന്റെ കയ്യിലിരിക്കുന്നില്ല ഈ ബൈബിള്. ഈ ബൈബിള് മുറുകെ പിടിച്ചുകൊണ്ട് അവിശ്വാസിയാകരുത്, വിശ്വസിക്കണം. നേരാം വണ്ണം കർത്താവിന് വേണ്ടി നിന്നുകൊണ്ട് മക്കളൊക്കെ ശ്രദ്ധിക്കണം. വീണ്ടും ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഹല്ലേലൂയ കളിച്ചും ചിരിച്ചും പിശാചിന്റെ പുറകെ പോകരുത്, പാപത്തിന്റെ പുറകെ പോകരുത്, വചനം അനുസരിക്കാതെ പോകരുത്. നഷ്ടം ഭയങ്കരം, നഷ്ടം ഭയങ്കരം. ഇനി സംഭവിക്കാനുള്ളത് ആമേൻ ദാവീദിന്റെ സിംഹാസനം യേശുവിന് കിട്ടണം. ആമേൻ. സ്തോത്രം. അത് എപ്പോഴാണ് സംഭവിക്കും നമുക്കറിയാം. ഇത് കഴിഞ്ഞ് അടുത്ത രാജ്യത്വം, ഈ പറഞ്ഞ ഇപ്പൊ നടക്കുന്ന നമ്മുടെ ഈ ഭരണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ് അഞ്ചാമത്തെ ആമേൻ ഹല്ലേലൂയ സാമ്രാജ്യം ഇപ്പൊ ഭരിക്കുന്നത്. ആറാമത്തെ സാമ്രാജ്യം വരും. അതാരാ? വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു ഹല്ലേലൂയ വലിയൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. സ്തോത്രം. എതിർ ക്രിസ്തു. സ്തോത്രം. എതിർ ക്രിസ്തു, അന്തിക്രിസ്തു എന്നൊക്കെ നമ്മൾ പറയുന്നത്. എതിർ ക്രിസ്തു 7 വർഷമാണ് ആ സാമ്രാജ്യത്വം ഭൂമി നിൽക്കുന്നത്. ആമേൻ. 7 വർഷക്കാലം 7 വർഷക്കാലം ആമേൻ ഹല്ലേലൂയ ആ ഭരണം ഇവിടെ നിലനിൽക്കും. അത് കഴിയുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദാനിയേൽ പ്രവാചകൻ ദർശനത്തിൽ കണ്ടതുപോലെ ആമേൻ കൈ തൊടാതെ ഒരു കല്ല് വന്ന് ഇതിനെ തകർക്കും. ആമേൻ. ഈ ബിംബത്തെ പൂർണ്ണമായിട്ട് തകർക്കും. ആ സാമ്രാജ്യത്തെ തകർക്കും. എന്നിട്ട് അതൊരു വലിയ പർവ്വതമായി മാറി എന്ന് എഴുതിയിരിക്കുന്നു. പർവ്വതമായി മാറിയിരിക്കുന്നു യേശു കർത്താവിന്റെ സാമ്രാജ്യം. ദാനിയേൽ പ്രവചനം 2:44 ഒന്ന് വായിച്ചേ. 2:44. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. നിങ്ങൾ ഹല്ലേലൂയ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഇതിനെ ഇനി ഹല്ലേലൂയ അധികം വിശദീകരിക്കാതെ നിങ്ങളുടെ ഹല്ലേലൂയ ശ്രദ്ധ ഞാൻ പറഞ്ഞ ആ ഓർഡറിലോട്ട് വരണം. ഈ കാലം കഴിയും, എതിർ ക്രിസ്തുവിന്റെ ഭരണം വരും, അടുത്ത തലമുറ, അടുത്ത ഹല്ലേലൂയ സാമ്രാജ്യത്വം ഹല്ലേലൂയ യേശുവിൻ്റെതാണ്. പക്ഷേ ഇവിടെ ഹല്ലേലൂയ യേശു കർത്താവിന്റെ സാമ്രാജ്യത്തെക്കുറിച്ച് ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ സകല ജാതികളും അതിൻ്റെ അകത്ത് വരുന്നതും അവന്റെ രാജ്യത്വത്തിന് അവസാനം വരാത്തത് ഇളകാത്തൊരു രാജ്യമായി അത് മാറും എന്നതാണ് ദാനിയേൽ പ്രവാചകൻ ദർശനത്തിൽ വിളിച്ചു പറഞ്ഞത്. ഇതാണ് ആമേൻ ഹല്ലേലൂയ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ ആമേൻ സ്തോത്രം യേശു കർത്താവിന്റെ രാജ്യത്വം, ദാവീദിന്റെ സിംഹാസനം. ഞാൻ അതിന്റെ ബാക്കി വിശദീകരണത്തിലേക്ക് വരാം. അവിടെയാണ് ഈ പറഞ്ഞ അവസാനത്തെ ദൂത്, മറിയോട് ദൂതൻ പറഞ്ഞ അവസാനത്തെ ദൂത് നിറവേറാൻ പോകുന്നത്. ആമേൻ. ഉലകത്തിൽ ഇന്ന് ദാവീദിന്റെ സിംഹാസനം ഇല്ല. ഇസ്രായേലിന് ആമേൻ ഹല്ലേലൂയ അങ്ങനത്തെ ഒരു അനുഭവമില്ല. സ്തോത്രം. അതിനെ തിരിച്ച് ദൈവം പണിതുകൊണ്ടിരിക്കുക. ഇനി ഒരു ഏകലോക ഭരണം ആമേൻ കടന്നു വരണം. അതിന്റെ വക്കിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ അതിന് നിർബന്ധിതരാകുക, നമ്മളും അതിന്റെ ഒരു ഭാഗമാകുകയോ നമ്മളും പല കാര്യങ്ങൾ അതുമായിട്ട് ചേർക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ എതിർ ക്രിസ്തുവിന്റെ ഭരണം ആ ഹല്ലേലൂയ യുഗത്തിൽ ഇവിടെ ജീവിക്കേണ്ടി വരത്തില്ല. 7 വർഷത്തെ മഹാ ഉപദ്രവത്തിലൂടെ ജീവിക്കേണ്ടി വരത്തില്ല. നമ്മൾ കർത്താവിനോടൊപ്പമായിരിക്കും. സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചേ. സ്തോത്രം. ദൈവത്തിന്റെ രാജ്യത്വം നിത്യ രാജ്യത്വമായിരിക്കും. ആമേൻ. സ്തോത്രം. ആ രാജാവ് നീതിയോടെ, ഒരു രാജാവ് നീതിയോടെ വാഴുമെന്ന് യെശയ്യാവ് പറഞ്ഞതുപോലെ ആമേൻ കർത്താവിന്റെ രാജ്യം ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിക്കും. സ്തോത്രം. യേശു കർത്താവിന് സിംഹാസനം കിട്ടും. യെരൂശലേം കേന്ദ്രമാക്കിക്കൊണ്ട് യേശു കർത്താവ് ആമേൻ ഈ രാജ്യത്തെ ഭരിക്കും. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 13-14 വായിച്ചേ. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും
മഹത്വവും രാജത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജത്വം നശിച്ചു പോകാത്തതുമാകുന്നു. കർത്താവിന്റെ രാജ്യത്വം, സ്തോത്രം. സകലരെയും വാഴാൻ അവൻ അധികാരം കൊടുത്തു. ആമേൻ, സ്തോത്രം. അവനോടൊപ്പം വാഴാൻ നമുക്കും ദൈവം അവസരം തന്നിട്ടുണ്ട്. അവനോടൊപ്പം ജീവിക്കാനല്ല, അവനോടൊപ്പം വാഴാൻ. പക്ഷേ ഹല്ലേലൂയ, യേശു കർത്താവിന്റെ രാജ്യത്വം, യേശു കർത്താവിന്റെ രാജ്യം, യേശു കർത്താവ് രാജാവായി വാഴുന്ന ആമേൻ ഹല്ലേലൂയ, ആ നിത്യ രാജ്യത്വം വരുമ്പോൾ അതിന്റെ അകത്ത് നമ്മൾ എത്തുക എന്നതാണ്. ഞാൻ പറഞ്ഞു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. എന്തുകൊണ്ട്? യേശു കർത്താവിൽ കൂടെയുള്ള പാപക്ഷമ നിനക്ക് വേണം. യേശു കർത്താവ് രാജാവായി വരുന്ന കർത്താവിന്റെ രാജ്യത്തിൽ നിനക്ക് ഓഹരി വേണമെങ്കിൽ യേശു കർത്താവിൽ കൂടെയുള്ള രക്ഷ നിനക്ക് കിട്ടണം. ഇല്ല എങ്കിൽ നിനക്ക് ആമേൻ ആ രാജ്യത്തിൽ അംശമില്ല. അവിടെയാണ് ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിന്റെ ഗൗരവം എന്ന് പറയുന്നത്. നമ്മൾ കൈയടിക്കുന്നത്, ആരാധിക്കുന്നതൊക്കെ ഈ ഭൂമിയിലെ എന്തോ ഹല്ലേലൂയ കാര്യത്തിന് വേണ്ടി, അതിലെല്ലാം ഉപരി സ്വർഗത്തിന്റെ മഹിമയെ വെടിഞ്ഞ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ദൈവം തീരുമാനിച്ചത്, മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കണമെന്ന് ദൈവം തീരുമാനിച്ചത് പാപക്ഷമ തന്ന് ഇവിടെ കുറെ വിടുതൽ തന്ന് നടത്താനല്ല. ദൈവത്തിന്റെ അനാദി നിർണയപ്രകാരം അവൻ മനുഷ്യരോടുകൂടെ ദൈവം വാസം ചെയ്യുന്ന ആമേൻ ശ്രേഷ്ഠകരമായ അനുഭവത്തിൽ നമ്മൾ എത്തിച്ചേരണം. അതിന് പാപം നീങ്ങിയേ പറ്റത്തുള്ളൂ. പാപിയായ മനുഷ്യന് അതിനകത്ത് പ്രവേശനമില്ല. അതുകൊണ്ടാണ് മനുഷ്യന്റെ രക്ഷയ്ക്കായി സ്വർഗ മഹിമ വെടിഞ്ഞ് യേശു കർത്താവ് മനുഷ്യനായി ഭൂമിയിൽ വന്നത്. അതുകൊണ്ടാണ് ആ പാപികളിൽ പ്രധാനിയായി എനിക്ക് കരുണ ലഭിച്ചു എന്ന് പറഞ്ഞ് ആ പാപക്ഷമ ലഭിച്ച കർത്താവിനെ കുറിച്ച് പൗലോസ് ആമേൻ സ്തോത്രം അവന്റെ ജീവിതം മുഴുവൻ വിളിച്ചു പറഞ്ഞു നടന്നത്. ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ പുറകിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ കാലം വേഗത്തിൽ മുമ്പിലേക്ക് പോകും. അല്പസമയം കൂടെ ഈ യുഗമുള്ളൂ, അത് വേഗത്തിൽ അവസാനിക്കും. ഒരുപക്ഷെ എനിക്ക് ദീർഘായുസ് ദൈവം തരുന്നെങ്കിൽ എൻ്റെ ആയുസ്സിൽ കർത്താവ് വരാനുള്ള സാധ്യതയുണ്ട്. ആ നിലകളിൽ കാര്യങ്ങൾ മാറുമ്പോൾ ആമേൻ ആ മഹാ ഉപദ്രവം അഥവാ ആമേൻ എതിർ ക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണം വേഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണരുത്, ദൈവസന്നിധിയിൽ നമ്മൾ ഉണ്ടാകണം. അതിലോട്ടാണ് ഞാൻ വരുന്നത്. അതിന് ഓരോ ആഴ്ചത്തെയും പ്രസംഗം. ഈ തിരുമേശയിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഹല്ലേലൂയ കളിക്കാൻ വന്നെടുക്കരുത്. അതെന്തിനാണ് ദൈവം തന്നത് തിരിച്ചറിയണം, വളരെ ഗൗരവത്തോടെ എടുക്കണം. അതറിഞ്ഞിട്ട് വീണ്ടും ഈ തലമുറയിൽ, പാപം പെരുകുന്ന ഈ തലമുറയിൽ അതിൻ്റെ പുറകെ പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അനുഗ്രഹമാണ്. വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ ആമേൻ 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മുടെ ആമേൻ ഈ രാജ്യത്വത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, നമ്മെക്കുറിച്ചാണ് പറയുന്നത്. യേശു കർത്താവ് രാജ്യഭാരം ഏൽക്കുമ്പോൾ, യേശു കർത്താവ് ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ ആമേൻ എന്താ സംഭവിക്കുന്നത്? 20-ന്റെ 6 പെട്ടെന്ന് വായിച്ചേ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. യേശു കർത്താവ് 1000 ആണ്ട് വാഴുന്ന കർത്താവിന്റെ ആമേൻ രാജ്യത്തിൽ ആരാ കൂടെ വാഴുന്നേ? 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ. സ്തോത്രം. അവർ ഭാഗ്യവാന്മാരാണ്, വിശുദ്ധരാണ്. വിശുദ്ധർ മാത്രമേ 1-ാം പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ. അവര് യേശുവിനോടൊപ്പം 1000 ആണ്ട് ഭരിക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിനോടൊപ്പം ഭരിക്കണോ? സ്തോത്രം. ജീവിച്ചാലേ പറ്റത്തുള്ള കർത്താവിന് വേണ്ടി. യേശുവിനോട് നമ്മൾ ഹല്ലേലൂയ കെട്ടുകഥ പ്രസംഗിക്കുകയല്ല, ചരിത്രവും ബൈബിളും എല്ലാം കൃത്യമാണ്. നിങ്ങൾ തിരിച്ചറിയാന് ഞാൻ ബന്ധപ്പെട്ടില്ലാത്ത സമയത്ത് അത് പറഞ്ഞത്. ഗ്രഹിക്കാൻ പറ്റുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്, ഗ്രഹിക്കണം. ആമേൻ സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ യേശു കർത്താവ് രാജ്യം സ്ഥാപിക്കുമ്പോൾ ആമേൻ സ്തോത്രം നമ്മൾ അവനോടൊപ്പം രാജ്യം ഭരിക്കാൻ വിളിച്ചവരാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. ഒന്നും അറിയാതെ ആരും ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഔദാര്യമായിട്ടൊന്നും കർത്താവിനെ സേവിക്കണ്ട. ഞാൻ അങ്ങ് സ്നാനപ്പെട്ട് കളഞ്ഞു, ഞാൻ അങ്ങ് അത് ചെയ്തു ഇത് ചെയ്തെന്നും പറയണ്ട. നീ ചെയ്താൽ അതിനുള്ള പ്രതിഫലം നിനക്ക് കിട്ടും. തമ്പുരാൻ ഒരുക്കി വെച്ചേച്ച് അവൻ കൃപയാൽ ജീവനെത്തുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ദൈവസന്നിധി താഴണം, ഒത്തിരി ദൈവസന്നിധി താഴണം. ഒരു രാജ്യ ഭരണം വരാൻ പോവുക. ഇവിടുത്തെ ഭരണകർത്താക്കന്മാരെല്ലാം ഹല്ലേലൂയ മുട്ടുകുത്തും. കർത്താവിന്റെ രാജ്യം എന്നേക്ക് നിലനിൽക്കുന്ന ഒരു രാജ്യത്വം, അന്തമില്ലാത്ത ഒരു ഭരണം വരാൻ പോകുക. അന്തമില്ലാത്ത രാജ്യത്വം. അതിൻ്റെ അകത്ത് യേശു കർത്താവ് രാജാവായി ഭരിക്കും. സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. ഇന്നേക്ക് 2600 വർഷം മുമ്പാണ് ആമേൻ സ്തോത്രം ദൂത് വിളിച്ചു പറഞ്ഞത്. ആമേൻ സ്തോത്രം. എന്നതാ? ദാവീദിന്റെ സിംഹാസനം. ആമേൻ 2600 വർഷം മുമ്പ് ആമേൻ സ്തോത്രം യഹോയാക്കീമിന്റെ കാലത്ത് ഇസ്രായേലിന്റെ സിംഹാസനം, ദാവീദിന്റെ സിംഹാസനം നഷ്ടപ്പെട്ടത്. അതേ ദാവീദിന്റെ സിംഹാസനം ദൈവം യേശു കർത്താവിന് കൊടുക്കും ഭരണത്തിനായി. അവിടെ ഹല്ലേലൂയ യേശു കർത്താവ് ഭരിക്കുമ്പോൾ തൻ്റെ മക്കൾ രാജാക്കന്മാരായി 1000 ആണ്ട് യേശുവിനോട് കൂടെ വാഴും. സ്തോത്രം. ഒരു സന്തോഷമില്ല. 1000 വർഷം യേശുവിന്റെ കൂടെ. ഇത് വല്ലതും ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ? പോകുന്നിടത്ത് ഇത് വല്ലതും ഗ്രഹിച്ചിട്ടാണോ പോണത്? ഇത് വല്ലതും ഗ്രഹിച്ചിട്ടാണോ കർത്താവിനെ ഇതൊന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ആരാധിക്കണ്ട. എന്തിന് യേശുവെ എന്ന് വിളിക്കണം?
എന്തിന് നിങ്ങൾ യേശു എന്ന് വിളിക്കണം? എന്തിനാ? ഞാൻ പറഞ്ഞ ഒരുപാട് പേർ വഞ്ചിക്കപ്പെട്ടിരിപ്പുണ്ട്. ഇതിനകത്തിരിക്കുന്നവർ ഞാൻ കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ ഞെട്ടും. ആമേൻ, സ്തോത്രം. കാരണം ഇതൊന്നും അറിയത്തില്ല. എന്തിനെന്ന് പോലും അറിയാതെ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. യേശു കർത്താവ് വന്നത് എന്തിനെന്ന് അറിയത്തില്ല, സംഭവിക്കാൻ പോകുന്ന എന്തിനെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് തോന്നുന്നോ ഒരു കെട്ടുകഥയാണ് ബൈബിളെന്ന്? അതിനുവേണ്ടി പ്രപഞ്ച സൃഷ്ടാവ് വന്ന് മരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വിലയില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി യേശു ജീവൻ തരുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും ചിന്തിക്കരുത്, മൂഢരായി പോകരുത്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് നീ ചെയ്യണം. 20-ാം അധ്യായം 6-ാം വാക്യം ഒന്നുകൂടെ പെട്ടെന്ന് വായിച്ചേ. വെളിപ്പാട് 20:6. ഇപ്പൊ വായിച്ച വാക്യം തന്നെ ഒന്നുകൂടെ പെട്ടെന്ന് വായിച്ചേ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനാണ്, വിശുദ്ധനാണ്. സ്തോത്രം. ഭാഗ്യമുള്ള വിശുദ്ധർ ഒന്നാമത്തെ പുനരുത്ഥാനം. അവർ യേശുവിനോട് കൂടെ വാഴും. അവർക്ക് രണ്ടാം മരണത്താൽ ഛേദം വരത്തില്ല. എന്താ രണ്ടാമത്തെ മരണം? നിത്യനരകം. ഈ ഒന്നാം പുനരുത്ഥാനത്തിൽ വരുന്നവർക്ക് മാത്രമേ രണ്ടാം മരണം ഇല്ലാതിരിക്കൂ. നിങ്ങൾ കർത്താവിനെ സേവിക്കുന്നെങ്കിൽ ഒറ്റ കാര്യം ലക്ഷ്യം വെച്ചോളണം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുവേണം. രണ്ടാമത്തെ മരണത്തിൽ നിത്യ നരകത്തിൽ പോകരുത്. നരകത്തിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറയുന്ന ആമേൻ, സ്തോത്രം, ഉറപ്പ് തരുന്ന പുസ്തകം ബൈബിള്. അതുകൊണ്ട് തന്നെ ബാക്കി തത്വസംഹിതകളെല്ലാം ഇതിന് വിരോധമായിട്ടാണ് നിൽക്കുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റാ നരകം. ഈ ലോകം മുഴുവൻ പോകുന്നതിന് ഓപ്പോസിറ്റാ. നമ്മളെ വിളിക്കുന്ന സകല വിഷയം, നമ്മൾ കാണുന്ന കേൾക്കുന്ന സകല കാര്യങ്ങളും ഉലകത്തിലെ മുഴുവൻ ഇതിന് തിരിച്ചാ. ഇതിനനുസരിച്ച് പോകുന്നത് ദൈവത്തിന്റെ സഭ മാത്രമേ ഉള്ളൂ. രക്തത്താൽ തളിക്കപ്പെട്ട ദൈവസഭ മാത്രമേ ഇതനുസരിച്ച് പോകത്തുള്ളൂ. ഇതനുസരിച്ച് പോകുന്നവന് മാത്രമേ കർത്താവിനോടൊപ്പം രാജ്യം ആമേൻ ഹല്ലേലൂയ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് കിട്ടത്തുള്ളൂ. കർത്താവിനെ അനുസരിക്കാതെ പോകുന്ന സകലരും രണ്ടാം മരണത്താൽ നരകത്താൽ അവർക്ക് നാശം വരും. അവർ നിത്യയുഗം ആമേൻ, സ്തോത്രം, നരകത്തിൽ കിടക്കും. നിങ്ങൾ തീരുമാനിക്കുക ഏതനുസരിച്ച് ജീവിക്കണമെന്ന്. സ്തോത്രം. ഇനിയും എനിക്കിത് ആവർത്തിച്ച് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ നിൽക്കുക, എനിക്ക് കുറെ കാര്യം പറയാനുണ്ട്. അവിടെ നിൽക്കുക. പക്ഷെ നമ്മൾ എന്തിനാ കർത്താവിന് വേണ്ടി നിൽക്കുക? അതുകൊണ്ട് മാന്യമായിട്ട് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുക. സഭയിൽ മാന്യമായിട്ട് വരിക, ഗൗരവത്തോടെ വരിക. ആമേൻ, ഹല്ലേലൂയ. ആർക്കും എന്തോ കിട്ടാനല്ല. ബിനിൽ പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന പ്രസംഗിക്കുന്നത് ഔദാര്യം കിട്ടാനല്ല, നിങ്ങളെന്ന് പിടിച്ചു പറിക്കാനല്ല. നിങ്ങൾ ഇന്ന് വരെ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളത് എൻ്റെ പ്രാഗൽഭ്യമാണ്. നിൽക്കുന്നതിന് ഒറ്റ ഉദ്ദേശമുള്ളൂ, ഈ സത്യം അകത്ത് കിടക്കുന്നുണ്ടാ. എന്തിനാണെന്നറിയാമോ തൊണ്ട പൊട്ടി പ്രസംഗിക്കുന്നത്? എന്തിനാമോ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പിള്ളേരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്? എന്തിനാണെന്നറിയാമോ ശുശ്രൂഷകൾ? എന്തിനാണെന്നറിയാമോ ഉപവാസം? എന്താണെന്നറിയാം മക്കളെ പിടിച്ച് വീണ്ടും വീണ്ടും ഇരുത്തി സംസാരിക്കുന്നേ? ഒറ്റ കാര്യമേ ഉള്ളൂ, സ്തോത്ര. ഈ പറഞ്ഞ നന്മയിൽ നിന്ന് സ്കിപ്പായാൽ നീ കിടക്കുന്നത് നരകത്തില. സ്തോത്ര. അതുകൊണ്ട് സഭയ്ക്ക് വിലയില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അതിന്റെ വില നീ ഒരു ദിവസം അറിയും. ശുശ്രൂഷയുടെ വില കുറച്ച് കാണുന്നവൻ ഒരു ദിവസം ഇതിന്റെ വില അറിയും. മാറത്തടിച്ച് നീ കരയും, പക്ഷേ രക്ഷയുണ്ടാകത്തില്ല. അയ്യം വിളിക്കും, രക്ഷയുണ്ടാകത്തില്ല. സ്തോത്രം. ഇത് നീ കേൾക്കണം, ഗൗരവത്തോടെ കേൾക്കണം, ഗൗരവത്തോടെ മനസ്സിലാക്കണം. കളിയാക്കരുത്. ദൈവസഭയെ കളിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ പുറത്തേക്ക് നോക്കിയാൽ ഒരു ഗൗരവമില്ലാതെ ദൈവസഭകൾ പോവുക, ശുശ്രൂഷകർ പോവുക, ജനത്തെ അങ്ങനെ നടത്തുക. പക്ഷെ അറിയത്തില്ല സ്തോത്രം എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന്. നിങ്ങളുടെ രക്ഷയ്ക്കുള്ളത് ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയുക. നിങ്ങളുടെ രക്ഷയ്ക്കുള്ളത് ആമേൻ, സർവശക്തനായ ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിനോട് ചേർന്ന് നടക്കണം. നമ്മുടെ പല പ്രവർത്തികളും ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് പാടില്ല. വളരെ ഗൗരവത്തോടെ ദൈവത്തിന്റെ സന്നിധി നിൽക്കണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഈ ദൈവരാജ്യത്തിന്റെ അടുത്ത ഭാഗം ഇത് 1000 ആണ്ട് കർത്താവ് ഈ ഭൂമിയെ ഭരിക്കും. 1000 വർഷം. അതുകൊണ്ട് കാര്യം തീരുന്നില്ല. ബൈബിൾ പഠിച്ചാൽ അതുകൊണ്ട് തീരുന്നില്ല. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞു തന്നതാ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിൽ വിശ്വസിക്കണം. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ചേർക്കും. അത് വേറെയാ, തിരിച്ചറിഞ്ഞോളാം. ഞാനിത് ഒരു ലിങ്ക് ഇട്ടിട്ട് അങ്ങ് പോവുക. വായിക്കുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടിയാ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. ആമേൻ, സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ആമേൻ ഹല്ലേലൂയ അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. ആമേൻ, സ്തോത്രം. വാഗ്ദത്തം പ്രാപിച്ച അബ്രഹാം ആമേൻ ഇവിടെ അന്യനും പരദേശിയെ പോലെ ജീവിച്ചു, കൂടാരത്തിൽ പാർത്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തിനായി അബ്രഹാമും തലമുറയും കാത്തിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമിട്ട ഒരു നഗരമുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമിട്ട ഒരു ഭവനമുണ്ട്. ആ ഭവനത്തിനായി അബ്രഹാം കാത്തിരുന്നു. ആമേൻ. കർത്താവ് പറഞ്ഞ പിതാവിന്റെ ഭവനം, അത് പിതാവിന്റെ ഭവനം. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ അത് വ്യക്തതയോടെ പറയുന്നുണ്ട്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അത് കഴിഞ്ഞു വരുന്ന കാര്യമാണ്.
ബൈബിൾ ഹല്ലേലൂയ ഗ്രഹിക്കണം. ഞാൻ പറഞ്ഞല്ലോ, വല്ലപ്പോഴും ഞാൻ ഇതുപോലെ പറയുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ ഹല്ലേലൂയ തെറ്റിപ്പോകരുത്. വലിയ കരുത്തോടെ നിൽക്കണം. എന്നും തുള്ളിയും ചാടിയും കർത്താവിനെ ആരാധിച്ച്, എന്നും കർത്താവിനെ പ്രസംഗിച്ച്, എന്ത് പ്രതിസന്ധി വന്നാലും മുമ്പോട്ട് തന്നെ ഓടണം. കാര്യം എന്നാണെന്നറിയാമോ? പുറകിലേക്ക് ചുവട് വെച്ചാൽ നമ്മൾ ഹല്ലേലൂയ രക്ഷപ്പെടത്തില്ല, ഒരിക്കലും രക്ഷപ്പെടത്തില്ല. നമ്മുടെ ജീവിതം തകർന്നു പോകും. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, ആര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുമ്പോട്ട് പോകുക. ഈ ബൈബിൾ ഹല്ലേലൂയ അതിൻ്റെതായ ക്രമത്തിൽ കാലത്ത് ഹല്ലേലൂയ ബൈബിളിനൊത്തല്ല ചലിക്കുന്നത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ബൈബിൾ കാലത്തിനൊത്തല്ല ചലിക്കുന്നത്, കാലം ബൈബിളിനൊത്ത് ചലിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ അവസാനത്തിൽ നമ്മൾ എത്തുക. നിങ്ങൾ ഹല്ലേലൂയ നിത്യജീവനെ കളഞ്ഞിട്ട് എന്ത് കാണിച്ചിട്ട് എന്നാ ഗുണം? പലരും ഹല്ലേലൂയ ലജ്ജിക്കാൻ പോകുന്ന സമയമാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം, സ്വർഗത്തിന്റെ മനോഹാരിത വെളിപ്പാട് പുസ്തകം 21 അധ്യായം 10 മുതൽ 21 വരെ വിവരിച്ചിട്ടുണ്ട്. 12 ഗോപുരം, 12 മുത്ത്, വീതി സ്വച്ഛ സ്ഫടിക തങ്കത്തിന് തുല്യം. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ പകൽ, ആമേൻ, രാത്രിയില്ല. ആമേൻ, സ്തോത്രം. അവിടെ ഹല്ലേലൂയ സൂര്യനില്ല, കുഞ്ഞാടാണ് വിളക്ക്. ഭയങ്കര മനോഹരമായിട്ട്. ഇന്നിപ്പോ സമയം പോയി, അതുകൊണ്ടാണ് ഞാൻ വായിച്ച് വിശദീകരിക്കണം. എനിക്ക് സന്തോഷം, ഞാൻ ഇന്നലെ വീണ്ടും ഇരുന്ന് വായിച്ചു. നമ്മളതൊന്നും വായിക്കത്തില്ല. അങ്ങനെ ഒരു നഗരമുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് അണിയിച്ചൊരുക്കിയ നഗരം, ഇറങ്ങി വരുന്ന കാഴ്ച യോഹന്നാൻ കാണുന്നുണ്ട്. അതിന്റെ അളവെല്ലാം ഹല്ലേലൂയ വിവരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഒരുക്കിയെന്നറിയാമോ? തന്നിൽ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. എന്തിനാ യേശു മരിച്ചത്? പലരും വിശ്വസിക്കുന്നത്, ആമേൻ, ഇന്ന് ക്രൂശ് മരണത്തെയും ക്രൂശിൽ മരിച്ച യേശുവിനെ വിശ്വസിക്കാൻ, ആരാധിക്കാൻ, സ്വീകരിക്കാൻ മനസ്സില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഒരു കോണിൽ എവിടെയോ സത്യമറിഞ്ഞവൻ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇടംബലം ഹല്ലേലൂയ ആമേൻ തിരിയാതെ നടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തെറ്റിക്കാൻ, നമ്മളെ തെറ്റിക്കാൻ ഒരുപാട് പരിപാടികൾ ഭൂമിയിൽ ചെയ്യുന്നുണ്ട്. സ്തോത്രം. യൗവന മക്കളോട് ഞാൻ വീണ്ടും പറയുന്നു, എടാ എന്നെ നോക്കിയിരുന്നേ, സ്തോത്രം, ഇതിനകത്ത് തെറ്റിക്കാൻ ഇവിടെ നിങ്ങൾ എത്തരുത്. അതാ പിശാചിന്റെ ലക്ഷ്യം. ഹല്ലേലൂയ. പലരും പറഞ്ഞു തരും, സ്തോത്രം, സൗഖ്യം നടന്നില്ല, വിടുതൽ നടന്നില്ല, അത്ഭുതം നടന്നില്ല. യോമാര് പറയണം എല്ലാം കള്ളമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഹല്ലേലൂയ അതിന്റെ പുറകെ പോകരുത്. ആത്മീയര് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന നിങ്ങളുടെ യുക്തിയും ബുദ്ധിയും അല്ല, ബൈബിൾ വെച്ച് പഠിക്കണം. ബൈബിളിനെ നിങ്ങൾ വായിക്കണം. സ്തോത്രം. കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് എന്തിനാ വന്നത്? സ്തോത്രം. ഹൃദയത്തിൽ ആമേൻ ഹല്ലേലൂയ വിശ്വസിക്കണം. എന്താ കർത്താവ് ചെയ്യാൻ പോകുന്നത്? പറഞ്ഞതുപോലെ കാര്യങ്ങൾ സംഭവിക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ദൂതൻ വിളിച്ചു പറഞ്ഞത് നടക്കാൻ സാധ്യതയില്ലാത്ത വിധം ആമേൻ ഹല്ലേലൂയ ലോകം സാഹചര്യം മാറി. ഇസ്രായേൽ രാജ്യം തന്നെ നശിച്ചു. ആമേൻ. ദാവീദിന്റെ സിംഹാസനം പേരിന് പോലും ഇല്ലാതെയായി. പക്ഷെ ദൈവം പറഞ്ഞതുപോലെ സംഭവിക്കാൻ പോവുകയാണ്. നടക്കുമെന്ന് പറഞ്ഞത് മുഴുവൻ നടക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിനോടൊപ്പം 1000 ആണ്ട് ഈ ഭൂമിയിൽ, ശേഷം ഈ ഭൂമിയും ആകാശവും സമുദ്രവും നശിച്ചു കഴിഞ്ഞാൽ ആമേൻ, സ്തോത്രം, ന്യായവിധി കഴിഞ്ഞ് ദൈവവും തന്റെ ജനവും പാർക്കുന്ന ദൈവത്തിന്റെ ഭവനമുണ്ട്. അത് ദൈവ ഭവനം എന്നാ പറയുന്നത്, പിതാവിന്റെ ഭവനം. അവിടെ ഹല്ലേലൂയ ആമേൻ, സ്തോത്രം, നമ്മൾ വാസം ചെയ്യും. നിങ്ങൾ കഴിയുമെങ്കിൽ വായിക്കുക. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 3:20 അനുസരിച്ച് നമുക്ക് അവിടെ ഒരു പുതിയ ശരീരമുണ്ട്, അല്ലേ? അവിടെ വാസം ചെയ്യുന്നവർക്ക് പുതിയ ശരീരമുണ്ട്. എന്താ ഫിലിപ്പിയ ലേഖനം 3:20-21 പറയുന്നത്? സ്തോത്രം. ആമേൻ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവ് രക്ഷിതാവായി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. അവൻ വന്ന് ഹല്ലേലൂയ നമ്മുടെ ആമേൻ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലയോ? ഞാൻ ഈ ശ്വാസം പിടിച്ചങ്ങ് പോവാ. അയ്യോ പ്രിയരെ, ഇത് ഭയങ്കര പ്രത്യാശ. ഒറ്റ ഒരെണ്ണം നല്ല ഹല്ലേലൂയ പറഞ്ഞില്ല. അതേ ഒരെണ്ണം ഹല്ലേലൂയ പറഞ്ഞില്ല. എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നേ? എന്താ സംഭവിക്കാൻ പോകുന്നേ? സ്തോത്രം. ഈ മരണം കൊണ്ടെല്ലാം തീരുകയല്ല സഹോദരന്മാരെ, ഇവിടം കൊണ്ടെല്ലാം അസ്തമിക്കുകയല്ല. യേശു കർത്താവ് വരുമ്പോൾ താഴ്ചയുള്ള ഈ ശരീരത്തെ കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും. അനുരൂപമാകാത്ത എല്ലാ ശരീരങ്ങളും നരകത്തിൽ പോകും. യേശുവിനെ പോലെ നമ്മളാകും. നമ്മുടെ ശരീരം യേശുവിനോട് അനുരൂപപ്പെടും, കർത്താവിനോട് അനുരൂപപ്പെടും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാനൊക്കെ ആമേൻ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ഇത് പറയുമ്പോഴാ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആമേൻ, സ്തോത്രം, വെള്ളം തിളയ്ക്കും പോലെ തുള്ളിച്ചാടേണ്ടത്. ആമേൻ. അല്ലാതെ ഏലിയാവിന്റെ കാക്ക വരുമ്പോഴല്ല. വരുന്ന കാക്ക എത്ര അപ്പം കൊണ്ടുവന്നാലും തിന്ന് നാളെ മറപുരേ പോകും. അതിനാ കിടന്ന് കയ്യും കാലോട്ട് അടിക്കുന്ന. സ്തോത്രം. ഇന്ന് കിട്ടുന്നതെല്ലാം പോകും. സ്തോത്രം. നീ നേടിയതൊന്നും കൊണ്ടുപോകത്തില്ല. പക്ഷെ ഈ പറയുന്ന ശരീരം നീ മണ്ണെ കൊണ്ട് കുഴിച്ചിട്ടാൽ, നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ, അതാ ബൈബിൾ തരുന്ന പ്രത്യാശ, ക്രിസ്ത്യാനിറ്റിയുടെ ഏക പ്രത്യാശ, എനിക്ക് നിനക്കുള്ള ഉറപ്പ്. നീ ഹല്ലേലൂയ നേടിയതെല്ലാം ഇവിടെ ഇട്ടേച്ച് നീ ഹല്ലേലൂയ നിന്റെ ബോഡി കൊണ്ട് മണ്ണയെ കുഴിച്ചിട്ടാൽ, സർവശക്തനായ ദൈവം പറയുന്നു, അവന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ആമേൻ, അവൻ കടന്നു വരുമ്പോൾ നിനക്കൊരു പുതിയ ശരീരം തന്നെ എഴുന്നേൽക്കും. അത് ഏത് ശരീരമെന്നറിയാമോ? ബൈബിൾ അനുസരിച്ച് ദൂതന്മാർക്ക് തുല്യനായി യേശു കർത്താവിനെ പോലെ ആമേൻ ഹല്ലേലൂയ മരണമില്ലാത്തൊരു ശരീരം നീ പ്രാപിക്കും. നമുക്കൊരു ശരീരമുണ്ട്, മരണമില്ലാത്തൊരു ശരീരമുണ്ട്, മരിക്കാത്തൊരു ശരീരം നമ്മൾ തിരികെ പ്രാപിക്കും. അവനോടൊപ്പം നിത്യയുഗം ജീവിക്കേണ്ടതിന് അത് വേണമെങ്കിൽ നീ കർത്താവിനെ സേവിക്കണം. അത് വേണമെങ്കിൽ നീ കർത്താവിനെ ആരാധിക്കണം. അത് വേണമെങ്കിൽ മാത്രം കഷ്ടത നീ സഹിക്കണം. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ മക്കളെ മറ്റൊരു വാക്യമുണ്ട്.
ദൈവം താൻ അവരുടെ ദൈവമായിരുന്നു അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, നമുക്കൊരു ജീവിതമുണ്ട്. നമ്മുടെ കണ്ണിൽ നിന്ന് കർത്താവ് കണ്ണുനീരെല്ലാം തുടയ്ക്കും. എല്ലാ വേദനയും കർത്താവ് നീങ്ങും. ഇനി മരണമില്ല, ഇനി ദുഃഖമില്ല. ആമേൻ, സ്തോത്രം. മുറവിളിയില്ല. സാത്താനെയൊക്കെ കർത്താവ് എന്നേക്കുമായി നശിപ്പിക്കും. ഒരു ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട പദവി. ഇത് വേണമെങ്കിൽ മാത്രമാണ് കഷ്ടം സഹിച്ചും വേദന സഹിച്ചും നിങ്ങൾ കർത്താവിനെ സേവിക്കുക. ഇത് വേണമെങ്കിൽ മാത്രം യേശുവിനെ വിശ്വസിക്കുക. ഇത് വേണമെങ്കിൽ മാത്രം സ്നാനപ്പെടുക. ആമേൻ. സ്നാനപ്പെടാൻ പറയുമ്പോൾ നമ്മൾ ഹല്ലേലൂയ ഒരു പറയല്ല പ്രിയരെ, അത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല. ഇത് കിട്ടണമെങ്കിൽ ഈ നിത്യരാജ്യത്തെ പ്രവേശിക്കാൻ ദൈവം വെച്ച വഴിയാണ്. ഇന്നലെ ഞാൻ അത് ഒത്തിരി പറഞ്ഞതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. പക്ഷെ കൈകൂപ്പിക്കൊണ്ട് പറയാം, ഈ കർത്താവിന്റെ വചനം ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു ആമേൻ എന്നത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പ് അയോഗ്യം ആയിക്കോട്ടെ. പക്ഷെ അതിന്റെ നടുവിൽ ആ പാപികളിൽ ഞാനാണ് ഒന്നാമൻ, എനിക്ക് പാപക്ഷമ വേണം, എന്റെ പാപത്തിൽ നിന്ന് കർത്താവ് വിടുവിക്കണമെന്ന് പറഞ്ഞ് പാപത്തെ നീക്കാൻ വന്ന ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച് പാപശരീരത്തെ കുഴിച്ചിടണം. അതിനാ സ്നാനം. അത് നീ അനുസരിക്കാൻ പറയുന്നത് ഈ രാജ്യത്തിലെ പ്രവേശനത്തിന് വേണ്ടിയിട്ടാ. സ്തോത്രം. അത്രയും പറഞ്ഞ് ആമേൻ ഒറ്റ വാക്യം വായിച്ച് ഞാൻ നിർത്താം. ഹല്ലേലൂയ. നിങ്ങളെക്കാളും ഹൃദയം എടുപ്പ എനിക്കിപ്പോ. ഹല്ലേലൂയ. ആമേൻ. എന്റെ ആശയം എന്നാന്നറിയോ, ചർച്ച വളരണമല്ലോ. ഇനി സമയം താമസിച്ചെന്ന് പറഞ്ഞ് 5 എണ്ണം വരാതിരിക്കണ്ട. അതുകൊണ്ടാ പല പരാതികളും നമ്മളിങ്ങനെ എടുക്കുന്നത്. അല്ലെങ്കിൽ മുഖത്ത് നോക്കി പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ, പലതും പറയാതിരിക്കുന്നത്. ആമേൻ. അങ്ങനെ മുഷിയണ്ടെന്ന് പറഞ്ഞ സത്യം. സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ പ്രസംഗിക്കുക. എന്നെ ദൈവം അധികാരപ്പെടുത്തിയാ നിർത്തിയിരിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയാം സഭയെ നടത്താൻ. നല്ല തൻ്റെ ഇടമൊക്കെ ഉണ്ട്. സ്തോത്രം. കുലുങ്ങത്തില്ല. കാരണം മുഴങ്കാലിരിക്കുന്ന ആളല്ലേ, കുലുങ്ങത്തില്ല. പ്രാർത്ഥിക്കുന്ന ആളല്ലേ, കുലുക്കാൻ പറ്റത്തില്ല. അങ്ങനെ നല്ല ഗൗരവമുണ്ട്. പക്ഷെ സഭ വളരണം. ദൈവ സ്നേഹമായി എനിക്ക് എന്നിൽ ദൈവം പകർന്ന് ആ സ്നേഹം പങ്കുവെച്ചാൽ ഞാൻ മുമ്പോട്ട് പോകുന്നു. എപ്പോഴും അധികം ഞാൻ അതിനാ ശ്രമിക്കുന്നത്. ആമേൻ. സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യം നഷ്ടപ്പെടരുത്. ഈ നിത്യത നിങ്ങൾ കളയരുത്. ആമേൻ. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 6:9-10 കൂടെ ഒന്ന് ശബ്ദമുയർത്തി വായിച്ച് അവസാനിപ്പിക്കാൻ. 1 കൊരിന്ത്യർ ലേഖനം 6:9-10. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ. സഭയോടാണ് പറയുന്നത്. എന്നെ ശ്രദ്ധിക്കണേ, ഞാനിനി ശാന്തമായിട്ട് പറയാം. ആമേൻ. സഭയോടാണ്, ദൈവസഭയോട് പറയുന്ന ദൂതാണത്. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശം ആക്കത്തില്ല. ഇത്രയും നേരം പറഞ്ഞത് ദൈവരാജ്യം ഉണ്ട്, ദൈവരാജ്യം ദൈവം സ്ഥാപിക്കും. ആ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാനാണ് സഭ. ആ സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നവരോട് പറയുന്നു, അന്യായം ചെയ്യുന്നവൻ ഈ രാജ്യം അവകാശം ആക്കത്തില്ല. വേണമെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്താൽ മതി. സ്തോത്രം. അല്ലെങ്കിൽ ഹല്ലേലൂയയും ഗ്ലോറിയും പറഞ്ഞ് കിട്ടുന്ന വിടുതലൊക്കെ പ്രാപിച്ച് ആമേൻ. സ്തോത്രം. ഞാൻ പറന്നിടുമേ എന്ന് പറഞ്ഞ് 10 കന്യകമാരെ കൂട്ടത്തിൽ ചേർന്നിരുന്ന് അവരോടൊപ്പം വെള്ളയൊക്കെ ഇട്ട് കൈയൊക്കെ അടിച്ച് 10 അന്യഭാഷയൊക്കെ പറഞ്ഞ് തുള്ളിയും ചാടിയിരിക്കും. കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ അയ്യോ എനിക്ക് പറക്കാൻ പറ്റുന്നില്ല എന്ന് പറയേണ്ടി വരും. ഭയങ്കര ഗൗരവമാണ്. സ്തോത്രം. സഭയോട് പറയുക, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. എന്നിട്ടൊരു ലിസ്റ്റ് പറയുന്നത് ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. നിങ്ങളെ വഞ്ചിക്കരുത്. പാസ്റ്റർ അല്ല, നിങ്ങളെ വഞ്ചിക്കരുത്. സ്വയം വഞ്ചകരാകരുത്. അനുസരിക്കാതിരിക്കുന്നവരും അനുസരണക്കേട് കാണിക്കുന്നവരൊക്കെ നിങ്ങളെ വഞ്ചിക്കുക. ആരും നിങ്ങളെ വഞ്ചിക്കുകയല്ല, നിങ്ങളെ വഞ്ചിക്കുക. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. എന്നിട്ട് എന്തോ മുന്നറിയിപ്പ് തരുന്നേ? ദുർനടപ്പുകാര്. സ്തോത്രം. ദുർനടപ്പ്, ശരിയായ നടപ്പല്ലാത്ത ആമേൻ എല്ലാ നടപ്പും. സ്തോത്രം. ദുർനടപ്പ് ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം കഴിയുക. സ്തോത്രം. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വിഗ്രഹത്തെ ആരാധിക്കുന്നവർ. അത് ആമേൻ. സ്തോത്രം. ഏത് വിഗ്രഹമാണെങ്കിലും അത് യേശുവിൻ്റെത് പോലും ആമേൻ. സ്തോത്രം. ആരാധിക്കുന്നവർ കാരണം കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതിൻ്റെയോ ആമേൻ ബിംബം ഉണ്ടാക്കരുത്, വണങ്ങരുത്. വിഗ്രഹാരാധികൾ പോകത്തില്ല. സ്തോത്രം. വ്യഭിചരിക്കുന്നവർ പോകത്തില്ല. വ്യഭിചാരികൾക്ക് സ്വർഗരാജ്യം കിട്ടത്തില്ല. സാരമില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന വലിയ പോരാട്ടങ്ങളാണ്. അത് വലിയ പോരാട്ടങ്ങളാണ്. ആമേൻ. ഈ ജനറേഷനെ വല്ലാതെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഹല്ലേലൂയ പാപത്തിൽ അകപ്പെടാതിരിക്കണം? ഒറ്റ കാര്യമുള്ള കർത്താവിന്റെ രാജ്യം വരുന്നു. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വഴിയെ നടന്നൊക്കെ ചെയ്യാം. പക്ഷെ കത്തുന്ന നരകത്തിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ യാതന അനുഭവിക്കേണ്ടി വരും. മറിച്ച് ഇവിടത്തെ ഹല്ലേലൂയ ആമേൻ കാലത്തിൽ ലഭ്യമാകുന്ന ആമേൻ നൈവംശികമായ ആമേൻ വെള്ളത്തിന്റെ കുമിള പോലെ മിന്നി വിളങ്ങുന്ന ജഡീക സുഖങ്ങളെ വേണ്ടാന്ന് വച്ചാൽ നിങ്ങൾക്ക് നിത്യയുഗം കർത്താവിനോട് കൂടെ വാഴ. സ്തോത്രം. എല്ലാ മുഖം അങ്ങ് വാടുകയാണല്ലോ.
എന്നെ നോക്കിയേ, ചിരിച്ചോണ്ടിരുന്നേ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും. സ്തോത്രം. അടുത്ത് വായിച്ചേ. സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കി. ഇതിൽ പലതും നമ്മളില്ല, പക്ഷെ ചിലതിലൊക്കെ നമ്മൾ ഉൾപ്പെടുന്നെങ്കിൽ നമ്മൾ ഹല്ലേലൂയ ഇത് ഒന്ന് ഗൗരവത്തോടെ എടുക്കണം. ദൈവസഭയ്ക്ക് ഒരു ക്രമീകരണം വേണം. ദൈവസഭ എങ്ങനെയെങ്കിലും പോരുന്നു. ആമേൻ. സ്തോത്രം. എല്ലാം പറയാൻ പറ്റത്തില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ഫോഷ്ക്ക് പറയുന്ന ഏവനും തീപ്പൊയ്കൾ തള്ളിയിട്ട്. ഞാൻ കൺവെൻഷന് പ്രസംഗിച്ച് ചിലരുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ കേട്ടാലും നമ്മളൊരു നിയന്ത്രണം വരുന്നില്ല, നമുക്കൊരു പോരാടാൻ തോന്നുന്നില്ല. നമ്മൾ ഹല്ലേലൂയ ഒഴുക്കിനനുസരിച്ച് പോവുക, അല്ലേ? സ്തോത്രം. ആരാധന മുടക്കരുത്. ദൈവസഭ വളരെ ഗൗരവമാണ്. ദൈവസഭ വചനം കേട്ട് പണിയപ്പെട്ടോളണം. ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വരണം. കർത്താവിലുള്ള ആഴമായ അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. ഇതിന് വിരുദ്ധമായി ചിന്ത വല്ലാതെ പൊങ്ങി വരുന്നൊരു സമയമാണ്. തത്വജ്ഞാനം, ആമേൻ, വഞ്ചന വല്ലാതെ വരുന്ന സമയമാണ്. അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബൈബിൾ ഉയർത്തിപ്പിടിച്ച് പറയണം, ഇങ്ങനെയാണ്, ഇങ്ങനെ ഇതിലുള്ളത് നടക്കും. ഇത് വിശ്വസിക്കുന്നവൻ ഭാഗ്യവാനാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ, കാലം അതിൻ്റെ അന്ത്യത്തിൽ വരുമ്പോൾ, ആമേൻ, സ്തോത്രം, ഈ തിരുമേശ എടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു കൂട്ടരാണ് ഇതിനകത്തിരിക്കുന്നവർ. സ്തോത്രം. രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തവർക്കാണ് ഈ ശുശ്രൂഷ. അത് വചനമാണ്, അതിപ്പോൾ പ്രസംഗിക്കാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടണം. എന്നാന്നറിയോ? അല്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക് നീ പോകും. മറ്റുള്ള കാര്യങ്ങൾ ഹല്ലേലൂയ ഞാൻ പറഞ്ഞല്ലോ, പാപക്ഷമ യേശുവിൽ കൂടെ അത് നീ പ്രാപിച്ച്, ആമേൻ, സ്നാനപ്പെട്ട് കർത്താവിന്റെ വചനം അനുസരിച്ച് നീ ആത്മാവിൽ ആരാധിച്ച് വിശുദ്ധിയോടെ നിന്നാൽ ഈ രാജ്യത്തിൽ നിനക്ക് പ്രവേശനമുണ്ട്. അല്ലെങ്കിൽ നീ ഈ രാജ്യത്തിന് പുറത്താണ്, അതാരായിരുന്നാലും പുറത്താണ്. അതുകൊണ്ട് ഹല്ലേലൂയ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് ഞാൻ പറയുന്നു, ആമേൻ, ഈ വചനങ്ങളെ തുച്ഛീകരിക്കരുത്. നിന്റെ ജീവിതം, നിനക്ക് തന്ന ഈ ജീവിതത്തെ തുച്ഛീകരിക്കരുത്. ഏറെയായാൽ 80 വർഷം ജീവിക്കുന്ന ഈ ആയുസ്, ആമേൻ, ഹല്ലേലൂയ, ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് കർത്താവിനെ അറിയാൻ, തേജോമയനായ ദൈവത്തെ അറിയാൻ, പല പ്രാവശ്യം കേട്ട് അറിയാൻ കൃപ ലഭിച്ച നീ ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ എൻ്റെ യേശുവിനായി ജീവിക്കാം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ എനിക്ക് പങ്കില്ലെങ്കിൽ, ആമേൻ, സ്തോത്രം, എനിക്ക് രണ്ടാം മരണമാണ്, നരകമാണ്. ഒന്നാം മരണത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനാണ്. ദൈവം നിന്നെ വിശുദ്ധീകരിക്കേണ്ടതിന് നിന്റെ പാപത്തിന്റെ മോചനകനായ യേശുവിൽ വിശ്വസിച്ച് പാപത്തിന്റെ മോചനത്തിനായി സ്നാനമേറ്റ്, ആമേൻ, വിശുദ്ധീകരിച്ച കർത്താവിന്റെ മുമ്പാകെ വിശുദ്ധിയോടെ നിന്നാൽ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന വചനം പോലെ, ആമേൻ, വിശുദ്ധിയോടെ നിന്നാൽ കർത്താവ് നമ്മെ മാനിക്കും. കർത്താവ് നമ്മെ നിത്യതയിൽ കൈക്കൊള്ളും. എന്തിനാ ഒരു ദൈവസഭ? എന്തിനാ പ്രസംഗം? എന്തിനാ പൈസ ചിലവ്? എന്തിനാ സമയം? ആമേൻ, ഹല്ലേലൂയ. എന്തിനാ ഇതെല്ലാം നമ്മൾ ഹല്ലേലൂയ ആമേൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കർത്താവിനായി നിൽക്കുന്നത്? എന്തിനാ ഹല്ലേലൂയ ബലഹീനനായ സഹോദരനെയും ഇത്ര ദൂരം വണ്ടി പിടിച്ച് ഇതിനകത്ത് വരാൻ പറഞ്ഞ്? ഇതിനകത്ത് കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറ്റുള്ളവരുടെ യേശുവിനെ പറ്റി പറയണമെന്ന് പറയുന്നത് എന്തിനാ? ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം, അത് സത്യമെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ അംഗീകരിക്കപ്പെടാത്ത മുഴുവനും അംഗീകരിപ്പാൻ നിന്റെ അധരത്തിൽ നീ അത് പറയണം. അതിനി നിനക്കിനി ഒരു 10 പൈസ ദൈവം തന്നില്ലെങ്കിലും, ഒന്നും നിനക്ക് ഈ ഭൂമിയിൽ കിട്ടിയില്ലെങ്കിലും നീ അത് ചെയ്യണം. കാരണം ആമേൻ, ഭൂലോകത്തേക്കാൾ വിലയുള്ള ആത്മാവിനെ നേടാൻ ആവശ്യമായത് യേശു കർത്താവ് നിനക്കായി ചെയ്തു. സഭയിൽ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ വളരെ ഗൗരവത്തോടെ പറയട്ടെ, നിങ്ങളിൽ ആരും രക്ഷിക്കപ്പെടാതിരിക്കരുത്, ആരും സ്നാനപ്പെടാതിരിക്കരുത്. അത് ഹല്ലേലൂയ ഇവിടെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല. ആമേൻ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. നിങ്ങൾ ഹല്ലേലൂയ തിരിച്ചറിയണം. ആമേൻ, ഹല്ലേലൂയ ബൈബിളാണ് കേട്ടത്, തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ലജ്ജിക്കാതെ നിൽക്കണം. ആമേൻ, ഞാൻ പറഞ്ഞില്ല, ഉന്നതന് മീതെ അത്യുന്നതനുണ്ട്. നമ്മുടെ ദൈവം ആമേൻ, ഹല്ലേലൂയ രാജാതി രാജാവാണ്. അവൻ ഹല്ലേലൂയ രാജ്യഭാരം ഏൽക്കാൻ പോകുക. നമ്മുടെ കർത്താവ് രാജാവായി വാഴാൻ പോകുക. അവന്റെ കുഞ്ഞുങ്ങൾ, അവന് വേണ്ടി നിൽക്കുന്നവർ രാജാക്കന്മാരെ പോലെ ഈ ഭൂമിയിൽ വാഴും. അവിടെ ഹല്ലേലൂയ എത്തിപ്പെടാൻ പറ്റാത്തവർക്കുള്ള രാജ്യം അത് നിത്യ നരകമാണ്. അത് ഹല്ലേലൂയ സാത്താനും അവന്റെ കൂട്ടർക്കുമുള്ളതാണ്. അതിലേക്ക് ചെന്ന് നിങ്ങൾ നശിക്കരുത്. വിനിൽ പാസ്റ്റർ ഇന്നും നാളെയൊക്കെ ആയുസ് തന്നാൽ പ്രസംഗിക്കുന്നത്, ആമേൻ, മറ്റുള്ളവരോട് ഹല്ലേലൂയ പറയുന്നത് ഈ ഒറ്റ കാര്യമാണ്, നമുക്കത് സംഭവിക്കരുത്. ബാക്കി ആഴ്ചകളിലൊക്കെ നമ്മൾ വിടുതലൊക്കെ പ്രാപിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നു. പക്ഷേ ഈ രാത്രി, ഈ പകൽക്കാലം ഇത് മറക്കരുത്. നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്നും കൂടെ ശോധന ചെയ്യാം. എവിടെയൊക്കെയോ കുത്തഴിഞ്ഞ ജീവിതം, പാപം, നരകത്തിൽ പോകുന്നതിന്, സ്വർഗത്തിലെത്താതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബൈബിൾ പറയുന്നു. അതിൽ ഒറ്റ വാക്യം ഞാൻ വായിച്ചേ. ആമേൻ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമുക്കറിയാമല്ലോ നമ്മുടെ കുറവുകൾ, അത് ക്രമീകരിക്കപ്പെടണം. ആമേൻ, ദൈവ പൈതൽ എന്ന വണ്ണം ജീവിക്കണം. ദൈവ പൈതൽ എന്ന വണ്ണം ജീവിക്കണം, ബോധ്യപ്പെടണം. എല്ലാം കൂടെ ആമേൻ, എല്ലാ വഴികളും കറക്റ്റ് അല്ല. യേശു കർത്താവ് മാത്രം അവന്റെ ഹല്ലേലൂയ വചനം അനുസരിച്ച് മുമ്പിലേക്ക് പോയാൽ മാത്രമേ ആമേൻ, ഹല്ലേലൂയ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുണ്ടാകത്തുള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ അതുപോലെ ഹല്ലേലൂയ നിർഭാഗ്യവാന്മാരാരുമില്ല. സ്നാനപ്പെട്ടു, ബിനിൽ പാസ്സാണ് എന്നെ സ്നാനപ്പെടുത്തി, അല്ലെങ്കിൽ ഇന്ന ദൈവദാസനാണ് പെടുത്തി, ഒക്കെ ശരിയാ. പക്ഷെ അതുകൊണ്ട് സ്വർഗത്തിൽ എത്തത്തില്ല. അന്യായം ചെയ്യുന്നവൻ
ദൈവരാജ്യം അവകാശമാകത്തില്ല. നിന്റെ ജീവിതത്തെ നീ സൂക്ഷിക്കണം, നിന്നെ തന്നെ സൂക്ഷിക്കണം. ഒരു നിത്യത വെളിപ്പെടുക. എല്ലാവരും അതാത് സ്ഥലത്ത് എഴുന്നേറ്റാട്ടെ.